ഇവിടെ ശത്രുവിൻ്റെ ആക്രമണങ്ങൾ പലതും ഞങ്ങൾക്ക് നേരെ വന്നിട്ടുണ്ട്. അത്തരം ആക്രമണങ്ങളെ പ്രതിരോധിക്കാനും എല്ലാ കാലത്തും CPIM തയ്യാറായിട്ടുമുണ്ട്. ഞങ്ങളെ കൊലപ്പെടുത്താൻ ആയുധമൊരുക്കി കാത്തിരിക്കുന്ന ഒരു വർഗീയ കൂട്ടമാണ് RSS. അവരോട് ഒരു തരത്തിലുള്ള സന്ധിയും ഒരു ഘട്ടത്തിലും ഞങ്ങൾ ചെയ്തിട്ടില്ല. കോൺഗ്രസിനെയോ UDF കക്ഷികളെയോ അല്ല അവർ കണ്ടത്, കമ്മ്യൂണിസ്റ്റുകാരെയാണ്. അതാണ് അവരുടെ അടിസ്ഥാന നിലപാട്. നിലമ്പൂർ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. വോട്ടെടുപ്പിന്റെ തലേന്നാൾ അന്തിമ നിലപാടുകൾ പ്രഖ്യാപിച്ച് മുന്നണികൾ. ഒരു വർഗീയ ശക്തിയെയും കൂടെ കൂട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. RSSുമായി യോജിപ്പിന്റെ ഒരു മേഖലയുമില്ലെന്നും പിണറായി. RSS കോൺഗ്രസ് ലീഗ് ബന്ധത്തിന്റെ ചരിത്ര തെളിവുകൾ അക്കമിട്ട് നിരത്തി കോൺഗ്രസിനും ലീഗിനുമെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി. നിലമ്പൂരിൽ വർഗീയവാദികളുടെ വോട്ട് വേണ്ടെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. RSSുമായി CPIM സഖ്യമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് അഭിമുഖത്തിൽ താൻ പറഞ്ഞു എന്ന വാർത്ത വളച്ചൊടിച്ചതാണെന്ന് അദ്ദേഹത്തിൻ്റെ വിശദീകരണം. RSSും CPIM ഒരിക്കലും സഖ്യമുണ്ടാക്കിയിട്ടില്ലെന്നും ഗോവിന്ദൻ മാസ്റ്റർ കൂട്ടിച്ചേർത്തു. നിലമ്പൂരിൽ LDF BJPയുമായി സഖ്യത്തിൽ എന്ന് VD സതീശൻ. അതേസമയം ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന തൻ്റെ മുൻ പ്രസ്താവന സതീശൻ ആവർത്തിച്ചു. വാർത്താലേഖകരുമായുള്ള ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ SUCIയുടെ സമരവേദിയിൽ BJP നേതാവ് VV രാജേഷുമായി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് വേദി പങ്കിട്ടു. നിലമ്പൂരിൻ്റെ നിശബ്ദതയിലേക്ക് ഈ വാക്കുകളും കാഴ്ചകളും വന്നു വീഴുന്നു. നിലമ്പൂർ എങ്ങനെയുള്ള പ്രചാരണത്തിനാണ് സാക്ഷ്യം വഹിച്ചത്? നിലമ്പൂരിൽ എന്തുണ്ടാകുമെന്നാണ് ഇപ്പോൾ വിലയിരുത്താനാകുന്നത് എന്ന ഈ ചർച്ചയിൽ അതിഥികളായി എത്തുന്നു CPIMന്റെ P ജയരാജൻ, കോൺഗ്രസിന്റെ അഡ്വക്കേറ്റ് സേനാപതി വേണു, മാധ്യമപ്രവർത്തകൻ M ജയചന്ദ്രൻ. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താലേഖകരോട് സംസാരിച്ചിരുന്നു. അതിൽ നിന്നുള്ള പ്രസക്ത ഭാഗമാണ് നമ്മൾ കണ്ടത്. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് ഇന്ന് വാർത്താലേഖകരെ കണ്ടിരുന്നു. ഒപ്പം തന്നെ CPIM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററും വാർത്താലേഖകരോട് സംസാരിച്ചിരുന്നു. അവരുടെ രണ്ടുപേരുടെയും ഏതാനും പ്രസക്ത ഭാഗങ്ങൾ കൂടി കേട്ടുകൊണ്ട് ചർച്ച നമുക്ക് സമാരംഭിക്കാം. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളായിട്ടുള്ള ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് അവരാ നിലപാട് എങ്ങും എടുക്കുന്നില്ല. ഇപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണ്? അവരുടെ കൂടെ നിൽക്കുമ്പോൾ മതേതരവാദി, ഞങ്ങളുടെ കൂടെ വന്നാൽ വർഗീയവാദി, എല്ലാവരും അങ്ങനെയല്ലേ. ഇപ്പോൾ PDPക്ക് ഒരു കുഴപ്പമില്ല, ആ സ്വാമിക്കും കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ലല്ല. ഗോവിന്ദൻ മാസ്റ്റർ, ഗോവിന്ദൻ മാസ്റ്ററുടെ സംസാര ഭാഗത്തിലേക്ക് ചർച്ചയ്ക്കിടയിൽ വരാം. കോൺഗ്രസിൻ്റെ പ്രതിനിധി സേനാപതി വേണുവിലേക്കാണ് ഞാൻ ആദ്യം വരുന്നത്. സേനാപതി വേണു, കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി, പ്രത്യേകിച്ച് ഇന്ന് രാവിലെ മുതൽ UDF പക്ഷം, കോൺഗ്രസ് ഏറ്റവും പ്രധാനമായ ഊന്നൽ കൊടുത്തിരുന്നത് നിലമ്പൂരിൽ BJPയുമായി LDF സഖ്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നൊരു വാദത്തിനായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പം മുമ്പ് ജനങ്ങളോട് മാധ്യമങ്ങളിലൂടെ സംസാരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ആ വാദത്തിൽ ഇപ്പോഴും കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഇന്നലെ CPIMന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ഒരു സ്വകാര്യ ചാനലിന്, ഒരു മാധ്യമ പ്രവർത്തകന് നൽകിയ ഇന്റർവ്യൂവിൽ, സംസ്ഥാന സെക്രട്ടറി, കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ കേട്ടുകൊണ്ടിരുന്ന വാർത്താ സമ്മേളനം അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരുന്നതാണ്. അതിൽ അദ്ദേഹം വളരെ പരസ്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ RSSുമായി സഹകരിച്ചിട്ടുണ്ട്. അതെന്നാണ് സഹകരിച്ചത്, ആ കാലവും സമയവും സഹകരിക്കാനുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം വളരെ വിശദമായി തൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത്. അത് കേരളത്തിലെ ആ ഇൻ്റർവ്യൂ കണ്ട മുഴുവൻ ആളുകളും
കണ്ടിട്ടുള്ളതാണ് അല്ലെങ്കിൽ കേട്ടിട്ടുള്ളതാണ്. അത് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൊടുത്ത സംസ്ഥാന ഇന്റർവ്യൂ. സെക്രട്ടറി ഇന്ന് ചിലപ്പോൾ അദ്ദേഹം അത് നിഷേധിച്ചിട്ടുണ്ടാകാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അദ്ദേഹം കൊടുത്ത വാർത്താ സമ്മേളനം, അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കേരളത്തിലെ പൊതുസമൂഹം സമ്പൂർണ്ണമായി കണ്ടിട്ടുള്ളത്. ഇന്ന് കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി അതിനെ തിരുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ശ്രീ ഗോവിന്ദ മാസ്റ്ററെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടല്ല, RSSുമായി ഞങ്ങൾ ഒരു ഘട്ടത്തിലും സഖ്യോ അല്ലെങ്കിൽ കൂടിച്ചേരലുകളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞപ്പോൾ കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലായത്, പണ്ടൊരു കുട്ടി തന്റെ പിതാവിനെ തേടി പോലീസ് വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ ഇവിടെയുമില്ല പത്താഴത്തിലുമില്ല എന്ന മറുപടി പോലെയാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞപ്പോൾ കേരളത്തിലെ പൊതുസമൂഹത്തിന് തോന്നിയത്. മുഖ്യമന്ത്രിയോട് പല ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് പത്രക്കാരൊക്കെ പറഞ്ഞല്ലോ. അദ്ദേഹം ചോദ്യങ്ങൾക്കൊന്നും മറുപടി മുമ്പും നൽകാറില്ല, ഇപ്പോഴും നൽകാറില്ല. അദ്ദേഹം കുറെ ചരിത്രവും കുറെ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലവും ഒക്കെ ആണ് വിശദീകരിച്ചതും വിവരിച്ചതും. അദ്ദേഹം എന്തൊക്കെ വിശദീകരണങ്ങൾ നടത്തിയാലും കേരളത്തിലെ പൊതുസമൂഹത്തിന്, ഞാൻ ഇന്നിപ്പം അടുത്ത ദിവസം ശ്രീ രാമൻപിള്ളയുടെ മാതൃഭൂമിക്ക് കൊടുത്ത ഒരു അഭിമുഖം പറഞ്ഞിരിക്കുന്നു. അതിൽ രാമൻപിള്ള വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് 1977 ഞങ്ങളും, അതായത് RSSും CPMുമായി വളരെ കൃത്യമായ തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചോദിച്ചിട്ടുണ്ട്. ആ വോട്ട് ചോദിക്കാനുള്ള ചർച്ചയ്ക്ക് പോയ ആളുകളുടെ പേരുൾപ്പെടെയാണ് ശ്രീ രാമൻപിള്ള വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഗോവിന്ദ മാസ്റ്റർ എങ്ങനെ പറഞ്ഞാലും പിണറായി വിജയന്റെ വാർത്താ സമ്മേളനത്തിൽ അതിന്റെ ഉദാഹരണങ്ങളോ അതല്ല എങ്കിൽ നാൾ വഴികളോ എങ്ങനെയൊക്കെ സൂചിപ്പിച്ചാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. അത് മറ്റൊന്നുമല്ല, കേരളത്തിൽ RSSുമായി CPM സഹകരിച്ചിട്ടുണ്ട്. ആ സഹകരണം വേണമെങ്കിൽ ഇനിയും തുടരുന്നതിന് ഞങ്ങൾക്ക് മടിയില്ല എന്നുള്ളൊരു രീതിയിലാണ് ശ്രീ ഗോവിന്ദ മാസ്റ്ററുടെ വാർത്താ വ്യക്തമാണ്. ശ്രീ വേണു, സമ്മേളനം. താങ്കളിലേക്ക് തിരിച്ചു വരാം. ജയചന്ദ്രൻ, കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി ഉണ്ടായിരുന്ന ഒരു വിവാദമാണ് ഇത്. അതിനോട് ആദ്യം തന്നെ ഗോവിന്ദൻ മാസ്റ്റർ തന്നെ പ്രതികരിച്ചു, പിന്നീട് പിണറായി വിജയൻ അത് വിശദീകരിച്ചു. അദ്ദേഹം RSSും കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ട്, ആ ചരിത്രത്തോട് ഇപ്പോൾ പഴയ കാര്യങ്ങൾ എന്ന മട്ടിലാണ് വേണു പ്രതികരിച്ചിരിക്കുന്നത്. അത് സ്വാഭാവികമായ പ്രതികരണമാണ്, പറഞ്ഞുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു. ഇപ്പോഴും കോൺഗ്രസ് ആ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാർത്താ സമ്മേളനത്തിന് ശേഷവും ആ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഉറച്ചു നിൽക്കുന്നു എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ കോൺഗ്രസിൻ്റെ വക്താവ് വ്യക്തമാക്കിയിരിക്കുന്നു. താങ്കൾ മുതിർന്ന മാധ്യമപ്രവർത്തകനാണ്. 77 ഈ രാജ്യത്ത് എന്താണ് നടന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 77 ജനസംഘം എന്ന് പറയുന്ന പാർട്ടി ഇല്ലാതാവുകയും ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു മുന്നണി ഒരു പാർട്ടിയെ തന്നെയായി മാറുകയും ചെയ്തു. ആ ജനതാ പാർട്ടിയുടെ പ്രതിനിധികളും ആയിട്ടാണ് CPIMന് തെരഞ്ഞെടുപ്പ് ബന്ധം ഉണ്ടായിരുന്നത്. മുഖ്യമന്ത്രി അവിതർക്കിതമായി പറഞ്ഞിരുന്നു, അടിയന്തരാവസ്ഥയിൽ RSSുമായോ ജനസംഘവുമായോ ഒരു സഹകരണവും ഉണ്ടായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് വേളയിൽ ജനതാ പാർട്ടിയുടെ പ്രതിനിധികളുമായിട്ടാണ് ഉണ്ടായത്. അത് കഴിഞ്ഞ് ആ ജനതാ പാർട്ടി പിന്നീട് പിളർന്ന് ആ ജനതാദളിൻ്റെ RSS ഉൾപ്പെടുന്ന സഖ്യത്തോട് കോൺഗ്രസ് രാഷ്ട്രീയ സഖ്യത്തിൽ ഏർപ്പെടുകയും O രാജഗോപാൽ മുതൽ KG മാരാർ വരെ അവരുടെ സ്ഥാനാർത്ഥികളായി, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്ത ചരിത്രവും മുഖ്യമന്ത്രി വിശദീകരിച്ചു. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷവും ഈ വാദം നിലനിൽക്കുന്നതാണോ? കേരളത്തിൽ BJPയും RSSും തമ്മിൽ, അല്ലെങ്കിൽ BJPയുടെ പൂർവ്വരൂപമായ ജനസംഘവും CPIMും തമ്മിൽ ബന്ധം ഉണ്ടായിരുന്നുവോ? ആ ബന്ധം തുടരുന്നു എന്ന കോൺഗ്രസിൻ്റെ വാദത്തിന് പ്രസക്തിയുണ്ടോ ഇപ്പോൾ? ജയചന്ദ്രൻ്റെ നിരീക്ഷണം. NBC ഇതിൽ പിന്നെ ഗോവിന്ദ മാഷ് ഇന്നലെ പറഞ്ഞതും ഇന്ന് വ്യക്തത വരുത്തിയതും ഇന്ന് വൈകുന്നേരം മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞതുമായി അടിസ്ഥാനപരമായി യാതൊരു വ്യത്യാസവുമില്ല. മുഖ്യമന്ത്രി അത് ഭംഗിയായി തന്നെ പിന്നെ വിശകലനം ചെയ്ത് തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അത്രയും നമ്മൾ വിശദമായിട്ട് ഞാൻ പോകുന്നില്ല, ഏറ്റവും ചുരുക്കി പറയാം, അതാണല്ലോ വേണ്ടത്. അതെ, അതിന് സമയമുണ്ടാവില്ല. 77 വിശാലമായ ഒരു കൂട്ടുകെട്ടാണ് ഉണ്ടായത്. അത് ഈ ജനസംഘം അടക്കമുള്ള പാർട്ടികൾ, അതിൽ CFD ജഗ്ജീവൻ റാമിൻ്റെ കോൺഗ്രസ് ഫോർവേഡ് ബ്ലോക്ക്, സ്വതന്ത്ര പാർട്ടി, ലോക്ദൾ, അങ്ങനെ പല പാർട്ടികൾ, ആ പാർട്ടികൾ പിരിച്ചു വിട്ടിട്ട് ജനതാ പാർട്ടി ഉണ്ടാക്കുകയാണ്. അതെന്താ കാണാത്തത്? അതല്ലേ ഇതിൻ്റെ അകത്ത് ഏറ്റവും നിർണായകമായി കാണുകയും പറയുകയും ചെയ്യേണ്ട കാര്യം. അതല്ലേ
ഈ ജനതാ പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടാവുന്നത് മറ്റ് പല പാർട്ടികൾ, ജനസംഘം അടക്കമുള്ള പാർട്ടികൾ പിരിച്ചു വിട്ടിട്ടാണ് ജനതാ പാർട്ടിയായി മത്സരിക്കുന്നത്. അതിലൊന്നും CPIM പിന്നെ പിരിച്ചു വിട്ടിട്ട് അവിടെയും കയറിയിട്ടില്ല, എല്ലാവർക്കും അറിയാമല്ലോ. അന്നും ഇന്നും CPIM ആയിട്ട് തന്നെ നിൽക്കുന്നു. അങ്ങനെ മത്സരിച്ചു. CPIM അതിനെ പിന്നെ മുഖ്യമന്ത്രി ശരിയായി തന്നെ നിരീക്ഷിച്ചതുപോലെ, വിശകലനം ചെയ്തതുപോലെ അതിൽ ആ തെരഞ്ഞെടുപ്പ് ധാരണയിൽ ജനതാ പാർട്ടിയുമായി തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടായിരുന്നു. അത് നിഷേധിച്ചില്ലല്ലോ. പിന്നീട് അത് 79 പൊളിയുകയാണല്ലോ ചെയ്തത്. ജനതാ പാർട്ടി മൊറാർജി ദേശായിയുടെ ഗവൺമെൻറ് താഴെ വീഴുകയാണല്ലോ ചെയ്യുന്നത്. അത് അകത്തുനിന്ന് തന്നെ ജനസംഘത്തിനെ ജനതാ പാർട്ടിയെ കീഴ്പ്പെടുത്താൻ വേണ്ടി അതിൻ്റെ അകത്തൊരു സംഘം പ്രവർത്തിക്കുകയും അത് പ്രശ്നമാവുകയും ഈ ജനസംഘത്തിൽ തന്നെ ഇരട്ടാംഗത്വത്തിൻ്റെ പ്രശ്നം വന്നു. ഒരു കൂട്ടർ ജനതാ പാർട്ടിക്ക് അകത്ത് നിന്നുകൊണ്ട് ജനസംഘത്തിൻ്റെ മെമ്പർമാരായി തുടരുന്ന നില വന്നു. BJP-യിലെ ആൾക്കാർ തന്നെ, പിന്നീട് BJP ആൾക്കാർ തന്നെ, അതെ, RSSന്റെ മെമ്പർമാരായി തുടർന്ന, അതെ RSSന്റെ ജനസംഘം അക്കാലത്ത് RSS തന്നെയാണ് NBC, മറ്റ് വ്യത്യാസമൊന്നുമില്ലല്ലോ ആ തെരഞ്ഞെടുപ്പ് സഖ്യത്തിൽ വരുമ്പോൾ. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതിനുശേഷമാണ് അപ്പോഴൊക്കെ പിന്നെ CPIM-ൻ്റെ നില എന്താണ്? CPIM അവിടുന്ന് വിഘടിച്ച് മാറുകയാണല്ലോ ചെയ്യുന്നത്. പിന്നീട് നമ്മൾ പിന്നെ 79 തന്നെ കേരളത്തിൽ 4 ബൈ ഇലക്ഷൻ നടക്കുന്നുണ്ട്. അവിടെ എങ്ങനെയാണ് പിന്നെ CPIM മത്സരിച്ചതെന്നും CPIM-നെതിരായിട്ട് ഈ കോൺഗ്രസിൻ്റെയും ജനസംഘത്തിൻ്റെയും കൂടെ മുന്നണി വന്നത് എങ്ങനെയാണ് എന്ന ചരിത്രമൊക്കെ വിശദമായി തന്നെ മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ആ 4 മണ്ഡലത്തിലും, അതായത് പിന്നെ കാസർഗോഡ്, തലശ്ശേരി, പിന്നെ തിരുവല്ല, പാറശാല, 4 മണ്ഡലങ്ങളിലാണ് പിന്നെ ബൈ ഇലക്ഷൻ നടക്കുന്നത് 79-ൽ. അവിടെ CPIM തന്നെ ജയിക്കുകയും ചെയ്ത ചരിത്രം പറയുന്നുണ്ട്. പിന്നീടാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി 80-ൽ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരുപോലെ നടക്കുന്നു. അപ്പോൾ കാസർഗോഡ് പിന്നെ ലോക്സഭാ മണ്ഡലത്തിൽ O രാജഗോപാലാണ് സ്ഥാനാർത്ഥി. അവിടെ തന്നെയുള്ള പെരിങ്ങളം നിയമസഭാ മണ്ഡലത്തിലോ അവിടെ KG മാരാരാണ് സ്ഥാനാർത്ഥി. അത് രാമണ്ണറെ ലോക്സഭയിലേക്ക് ജയിക്കുന്നു, രാജഗോപാലിനെ പരാജയപ്പെടുത്തി. AK ശശീന്ദ്രൻ, ഇപ്പോഴത്തെ വനം മന്ത്രി, അന്ന് പിന്നെ ഇദ്ദേഹത്തെ KG മാരാരെ തോൽപ്പിക്കുന്നു. വലിയ ഭൂരിപക്ഷം മുന്നണിയാണത്. മുന്നണി കോൺഗ്രസ്. അതെ, ജനസംഘത്തിൻ്റെ ആൾക്കാരായിട്ട് നിന്നെങ്കിലും കോൺഗ്രസ് മുന്നണിയിലായിരുന്നു. ഇനി അതിനു മുൻപ് EMS-നെ പട്ടാമ്പിയിൽ EP ഗോപാലിനെ CPI നേതാവിനെ പെരിന്തൽമണ്ണയിൽ തോൽപ്പിക്കാൻ നോക്കിയപ്പോൾ ഇവരിറക്കിയത് ആരെയാണ്? ജനസംഘത്തിൻ്റെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചിട്ട് അത് പരസ്യമായ പ്രസ്താവന തന്നെ ഇറക്കുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം NBC-ക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ. എന്നിട്ട് മാധവമേനോനെയാണ് പിൻവലിക്കുന്നത്. ഇവരെ മാധവമേനോനെ പിൻവലിച്ചു. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷവും കോൺഗ്രസിന്റെ ഈ വാദങ്ങൾ നിലനിൽക്കുമോ എന്നതായിരുന്നു എന്റെ ചോദ്യം. ഇല്ല, എങ്ങനെ നിലനിൽക്കാനാണ്? എങ്ങനെയാണ് നിലനിൽക്കുക? അത് കേരളത്തിൻ്റെ ഇതപര്യന്തമുള്ള ചരിത്രമാണല്ലോ ചുരുക്കി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ മുഖ്യമന്ത്രി പങ്കുവച്ചത്. പി ജയരാജൻ ഒരല്പം വൈകി നമ്മളോട് ഒപ്പം ചേർന്നിട്ടുണ്ട്. പി ജയരാജൻ, നേരത്തെ മുഖ്യമന്ത്രിയുടെ സംസാരത്തിൻ്റെ ഒരു പ്രസക്ത ഭാഗം നമ്മൾ കാണിച്ചു. വാദങ്ങൾക്ക്, എതിർവാദങ്ങൾക്ക് അക്കമിട്ട് മറുപടി പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ ആ പ്രതിപാദനത്തിന് ശേഷവും കോൺഗ്രസിൻ്റെ LDF BJP ബന്ധം എന്ന വാദം നിലനിൽക്കുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. താങ്കൾ വരുന്നതിന് മുമ്പ് സേനാപതി വേണു അതിന് ഉത്തരം പറഞ്ഞു, നിലനിൽക്കും. പിണറായി വിജയൻ കുറെ ചരിത്രം പറഞ്ഞെങ്കിലും ആ വാദം നിലനിൽക്കും എന്നാണ് പറഞ്ഞത്. താങ്കളുടെ പ്രതികരണം ജയരാജൻ. ഇവിടെ ഇന്നലെ നിലമ്പൂരിൽ വെച്ച് ഗോവിന്ദൻ മാഷ് പറഞ്ഞ കാര്യത്തിൽ ചില മാധ്യമങ്ങൾ ആശയക്കുഴപ്പമുണ്ടാക്കിയപ്പോൾ ഇന്ന് തിരുവനന്തപുരം AKG സെൻറ്റർ നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ ഗോവിന്ദൻ മാഷ് തന്നെ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോൾ അതോടുകൂടി തന്നെ ഈ പ്രചരണത്തിൻ്റെ മുനിയൊടിഞ്ഞു എന്ന് മാത്രമല്ല, ഇന്ന് വൈകുന്നേരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗവുമായിട്ടുള്ള സഖാവ് പിണറായി രാജ്യത്തിലെ RSS-മായി ബന്ധപ്പെട്ട CPM-ൻ്റെ നിലപാടുകളുടെ ചരിത്രം തന്നെ പറഞ്ഞു, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പറഞ്ഞു. അതോടുകൂടി ഇതിൻ്റെ എല്ലാ ആക്രമത്തിൻ്റെയും മുനിയൊടിഞ്ഞിരിക്കുകയാണ്. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ നാളെ ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുന്ന ഘട്ടത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കാനുള്ള ശ്രമമാണ് UDF-ഉം ചില മാധ്യമങ്ങളും നടത്തിയത്. പക്ഷെ അത് വിജയിച്ചില്ല എന്നതാണ്
ഇന്ന് സഖാവ് ഗോവിന്ദൻ മാഷയുടെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെയും ഇടപെടലിലൂടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിൽ വളരെ ക്ലിയർ ആണല്ലോ. ഈ നേരത്തെ ഒരു ചാനൽ ചർച്ചയിൽ അവതാരികയോട് ഞാൻ ചോദിച്ചു, CPM 1964 രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഇന്ന് വരെ RSSുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചർച്ച നടത്തിയായിട്ട് താങ്കൾക്ക് പറയാനാവുമോ? അവർക്ക് അതിന് മറുപടി പറയാൻ പറ്റിയില്ല. അങ്ങനെയൊന്നുമില്ലല്ലോ. യഥാർത്ഥത്തിൽ ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ CPMന്റെ 24ാം പാർട്ടി കോൺഗ്രസ് തന്നെ വ്യക്തമായിട്ട് വിശേഷിപ്പിച്ചത് നവഫാസിസ്റ്റ് പ്രവണതകൾ പ്രകടിപ്പിക്കുന്നൊരു ഭരണകൂടമാണ് ഗവൺമെൻറ്റാണ് രാജ്യത്തുള്ളത്. അതിനെ നയിക്കുന്ന ഒരു പാർട്ടി RSS BJP രാജ്യത്തുണ്ട്. അതിനെതിരായിട്ട് എല്ലാ വിഭാഗം ആളുകളും യോജിക്കണം. ഇതാണ് CPMന്റെ നിലപാട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരമൊരു ശക്തിയുമായിട്ട് ഏതെങ്കിലും തരത്തിൽ എപ്പോഴെങ്കിലും ബന്ധമുണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും സത്യസന്ധമായി മറുപടി പറയേണ്ടി വരും. അങ്ങനെ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. 1975 ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെൻറ്. അന്ന് മഹാനായിട്ടുള്ള AKG പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ തലക്കെട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു പെൺ ഹിറ്റ്ലർ ജനിക്കുന്നു എന്നതാണ്. രാജ്യത്ത് പാർലമെൻ്ററി ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് നൽകുന്ന എല്ലാ അവകാശങ്ങളും സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഭീകരമായിട്ടുള്ള അവസ്ഥയായിരുന്നു. പത്രമാധ്യമങ്ങൾക്കൊക്കെ തന്നെ സെൻസർഷിപ്പായിരുന്നു ഏർപ്പെടുത്തിയിരുന്നത്. എന്ന് മാത്രമല്ല, അടിയന്തരാവസ്ഥയുടെ കാലത്ത് നടത്തിയിട്ടുള്ള അതിക്രമങ്ങൾ എത്രയെത്ര കശാപ്പുകളാണ് നടന്നത്. നിർബന്ധ വന്ധ്യംകരണം, അവിവാഹിതരായിട്ടുള്ള ആളുകളെ പോലും പിടിച്ചുകൊണ്ടുപോയി നിർബന്ധ വന്ധ്യംകരണം. എന്ന് മാത്രമല്ല, ബുൾഡോസർ ഉപയോഗിച്ച് ഈ ചേരികളൊക്കെ അടിച്ച് തകർത്ത് തരിപ്പണമാക്കുന്ന സംഭവങ്ങൾ. കേരളത്തിൽ തന്നെ 27 ചെറുപ്പക്കാരിയാണ് കേരളത്തിലെ ലോക്കപ്പുകളിൽ വെച്ച് അന്ന് കശാപ്പ് ചെയ്തത്. ഭീകരമായിട്ടുള്ള വാഴ്ചയായിരുന്നു അന്ന് നടത്തിയിരുന്നത്. ആ ഭീകരവാഴ്ചക്കെതിരായിട്ട് രാജ്യത്തൊരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപപ്പെട്ടു. അതിൻ്റെ പേരാണ് ജനതാ പാർട്ടി. ആ ജനതാ പാർട്ടിയോട് CPM എന്ത് നിലപാട് സ്വീകരിക്കണം? ഞങ്ങൾ ജനാധിപത്യപരമായിട്ട് ചർച്ച ചെയ്തു. ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അർദ്ധഫാസിസ്റ്റ് ഭീകരത ഒഴിവാക്കുന്നതിന് വേണ്ടി അത്തരമൊരു ജനതാ പാർട്ടി എന്ന സംവിധാനത്തിന് പിന്തുണ കൊടുക്കണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അതിനകത്ത് ജനസംഘമുണ്ടായിരുന്നു. ജനസംഘം RSSന്റെ പഴയ രാഷ്ട്രീയ പാർട്ടിയാണ്. ആ ജനസംഘം പിരിച്ചുവിട്ടതിന് ശേഷമാണ് ജനതാ പാർട്ടിയിൽ ലയിച്ചത്. എന്നാൽ അതിനകത്ത് RSS പിന്നെ വിങ്ങുണ്ട്, RSSന്റെ വിഭാഗം അതിലുണ്ട്, RSSകാർ അതിലുണ്ട്. സ്വാഭാവികമായിട്ടും അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള പോരാട്ടം അന്ന് കോൺഗ്രസിൻ്റെ പരാജയത്തിന് ശേഷം കേരളത്തിൽ മൊറാർജി ദേശായിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. ആ അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഭരണ സംവിധാനത്തിനകത്ത് ഒരു ഘട്ടത്തിൽ തർക്കം പൊട്ടിപ്പുറപ്പെട്ടു. എന്തായിരുന്നു? നേരത്തെ ഇവിടെ ശ്രീ ജയചന്ദ്രൻ പറഞ്ഞതുപോലെ ദ്വയാംഗത്വ പ്രശ്നം. RSSലും ജനതാ പാർട്ടിയിലും ഒരേ സമയം അംഗത്വമാവാമോ എന്നുള്ള പ്രശ്നം ഉയർന്നു വന്നപ്പോൾ RSS എന്താണ് എന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. അത് ഫാസിസ്റ്റ് സ്വഭാവമുള്ള ശക്തിയാണ്. ആ ശക്തി ഭരണകൂടത്തിൻ്റെ നാനാ കോണുകളിലേക്ക്, നാനാ മേഖലകളിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച അവസരത്തിൽ അതിൻ്റെ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ട് ജനതാ പാർട്ടിക്കകത്ത് RSSനെതിരായിട്ട് നിൽക്കുന്ന മതനിരപേക്ഷവാദികൾക്ക് പിന്തുണ കൊടുക്കാനാണ് CPIM തീരുമാനിച്ചത്. അപ്പോൾ കോൺഗ്രസിൻ്റെ സ്വേച്ഛാധികാര വാഴ്ചയെ പുറത്താക്കുന്നതിന് വേണ്ടി ജനതാ പാർട്ടി എന്ന സംവിധാനത്തിന് പിന്തുണ കൊടുക്കുന്ന CPMൻ്റെ നിലപാട് ശരിയാണ്. അതേസമയം അതിനകത്ത് RSSും അല്ലാത്തവരും തമ്മിലുള്ള ഭിന്നത വന്നപ്പോൾ അതിന് പിന്തുണ കൊടുത്ത നിലപാടും ശരിയാണ്. മതനിരപേക്ഷതയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി RSSനെ ഒറ്റപ്പെടുത്താനാണ് അത് പിന്നെ അന്ന് തീരുമാനമെടുത്തത്. അപ്പോൾ തികച്ചും ശരിയായിട്ടുള്ള ആ നിലപാടിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് CPIM RSSുമായിട്ട് സഹകരിച്ചു എന്ന ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. ആ തെറ്റിദ്ധാരണയൊക്കെ ഗോവിന്ദൻ മാഷയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തോടു കൂടി അവസാനിപ്പിക്കേണ്ടതാണ്. പക്ഷേ അതിനുശേഷവും മാധ്യമങ്ങൾ ഇത്തരമൊരു പ്രചരണം വന്നപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഇന്ന് വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് ചരിത്രത്തിൻ്റെ എല്ലാ വശങ്ങളും അദ്ദേഹം വിശദീകരിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീട് യാതൊരു വാദഗതിയും ഉന്നയിക്കാൻ UDFനോ CPM വിരുദ്ധ ഇടതുപക്ഷ വിരുദ്ധ ശക്തികൾക്കോ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. താങ്കളിലേക്ക് വരാം. നേരത്തെ ഗോവിന്ദൻ മാസ്റ്ററുടെ ബൈറ്റ് പ്ലേ ചെയ്യാൻ നോക്കിയപ്പോൾ അത് നടന്നിരുന്നില്ല. ഗോവിന്ദൻ മാസ്റ്ററുടെ ആ ബൈറ്റിലേക്ക് നമുക്ക് ചർച്ച തുടങ്ങാം. RSSുമായി CPIM ഇന്നേ വരെ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടില്ല. ഇന്നലെയുമില്ല, ഇന്നുമില്ല, ഇനി നാളെയും ഉണ്ടാവില്ല. വർഗീയതയെ അതിനിശ്ചിതമായിട്ട് എതിർത്തുകൊണ്ടാണ് നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ആദ്യാവസാനം വരെ
ഞങ്ങളെല്ലാവരും നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോയത്. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ കാര്യം, സേനാപതി വേണു, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. BJP-യുമായി LDF അടുത്തിരിക്കുന്നു, CPM അടുത്തിരിക്കുന്നു എന്നതിൻ്റെ തെളിവായി പ്രതിപക്ഷ നേതാവ് വാർത്താസമ്മേളനങ്ങളിലും വാർത്താലേഖകരെ കാണുമ്പോഴും നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരുന്നത് ഗവർണറുടെ ജനാധിപത്യ വിരുദ്ധ നിലപാടിനെതിരെ, രാജ്ഭവൻ്റെ നിലപാടിനെതിരെ സർക്കാർ സംസാരിക്കുന്നില്ല, വിശേഷിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നില്ല എന്നതാണ്. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ അക്കാര്യവും പരാമർശിക്കുക ഉണ്ടായി. അതിനുശേഷവും ഗവർണർക്കെതിരെ നിലപാടെടുക്കുന്നില്ല എന്ന വാദത്തിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നുണ്ടോ? രാജ്ഭവനോട് സർക്കാർ വേണ്ട പോലെ പ്രതികരിക്കുന്നില്ല, രാഷ്ട്രീയമായി പ്രതികരിക്കുന്നില്ല എന്ന വാദത്തിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നുണ്ടോ? ശ്രീ വേണു. ഞാൻ അങ്ങ് രണ്ട് കാര്യങ്ങളാണ് ചോദിച്ചത്. ഒന്ന്, ഗോവിന്ദ മാസ്റ്ററുടെ വാർത്താ സമ്മേളനത്തിന്റെ ഒരു ക്ലിപ്പിംഗ് അങ്ങ് കാണിച്ചത്, അത് ഇന്ന് ഗോവിന്ദ മാസ്റ്റർ നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെയാണ്. ആ വാർത്താ സമ്മേളനമല്ല, ഇന്നലെ അദ്ദേഹം പറഞ്ഞ വാർത്താ സമ്മേളനം, അതിൻ്റെയും ക്ലിപ്പിംഗ് ഉണ്ട്. അതിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട്, വളരെ ക്ലിയർ ആയിട്ടല്ലേ അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ RSSുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ കൃത്യമായിട്ടല്ലേ പറയുന്നത്. ഒരു നാക്കുപിഴയായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതായിട്ട് വേറൊരാൾ പറയുന്നതല്ലോ, വളരെ കൃത്യമായിട്ട്. ഇന്ന് അദ്ദേഹം അതിനെ നിഷേധിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിൻ്റെതാണ്. രണ്ടാമത് അങ്ങ് ചോദിച്ച ചോദ്യം ഗവർണറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഗവർണറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി അതിനെ നിഷേധിച്ചത്? മുഖ്യമന്ത്രി നിഷേധിച്ചതുകൊണ്ട് ഞങ്ങളുടെ ഭാഗം ഞങ്ങൾ നാളെ പറയുമ്പോൾ ഞങ്ങൾ അതിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് പറയാം. ഞങ്ങൾ ഇന്നുവരെ ഈ ഗവർണറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒന്ന് കൃഷി വകുപ്പിന്റെ പരിപാടിയുമായി, ആ പരിപാടിയുടെ നടത്തിപ്പുമായി, രാജ്ഭവനിൽ അതിന്റെ തുടക്കം കുറിക്കുന്ന സംഭവത്തിൽ ഉണ്ടായ വിഷയം, ആ വിഷയത്തെ സംബന്ധിച്ച് കൃഷിമന്ത്രി ശ്രീ P. പ്രസാദിന്റെ പ്രതികരണം ഉണ്ടായിരുന്നു, CPM-ന്റെ മറ്റ് പല നേതാക്കളുടെയും പ്രതികരണം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായത്. അതെപ്പോഴാണ് തയ്യാറായത്? ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രസ്താവന വളരെ വിവാദമാവുകയും ആ വിവാദം കേരളത്തിലെ പൊതുസമൂഹത്തിന് പഴയ RSS CPM ബന്ധം, ആ ബന്ധത്തെക്കുറിച്ചുള്ള ചിത്രങ്ങളൊക്കെ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മനസ്സിലേക്ക് കടന്നു വരുമ്പോഴാണ് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതിനെ നിഷേധിച്ചുകൊണ്ട് പറയുന്നത്. പ്രതിപക്ഷ നേതാവ് തീർച്ചയായിട്ടും നാളെ വാർത്താ സമ്മേളനം നടത്തും. ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുന്നു, RSSന്റെ അജണ്ടകൾ നടപ്പിലാക്കാനുള്ള ഗവർണറുടെ നടപടികളെ ഇടതുപക്ഷം പിന്തുണച്ചാൽ അത് കേരളത്തിൽ വലിയ അപകടം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിന് വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത് എങ്കിൽ, അത് ആത്മാർത്ഥതയോടെയാണ് എങ്കിൽ ഒരു സംശയവും വേണ്ട, അതിന് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ പിന്തുണ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇവിടെ വലിയൊരു വിവാദത്തിന് തിരികൊളുത്തി ആ വിവാദത്തിന് മറുപടി പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളുമായിട്ട് വരുന്നത് കേരളത്തിലെ പൊതുസമൂഹത്തിന് അത് അത്ര വിശ്വാസത്തിലെടുക്കാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ബഹുമാന്യായ ശ്രീ ജയരാജൻ സഖാവ് വരുന്നതിന് മുമ്പ് ആദരണീയനായ പത്രപ്രവർത്തകൻ ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ പറഞ്ഞ കാര്യത്തിന് ഒരു തിരുത്തൽ ഞാൻ അദ്ദേഹത്തോട്, കാരണം നമ്മളൊക്കെ രാഷ്ട്രീയം പറയുന്നവരും രാഷ്ട്രീയം കേൾക്കുന്നവരുമായതുകൊണ്ട് അങ്ങ് പറഞ്ഞ കാര്യം തന്നെ വളരെ കൃത്യമാണ്. അങ്ങ് പറഞ്ഞു O. രാജഗോപാൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. O. രാജഗോപാൽ മാത്രമല്ല, കോഴിക്കോട് ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അരങ്ങിൽ ശ്രീധരനാണ്. അരങ്ങിൽ ശ്രീധരൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ്. O. രാജഗോപാലും മത്സരിക്കുന്നത് ജനതാ പാർട്ടിയാണ്. അന്ന് കേന്ദ്രത്തിലെ ജനതാ പാർട്ടിയുമായി CPM കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണ പിൻവലിച്ചപ്പോൾ കേരളത്തിലെ ജനതാ പാർട്ടിക്ക് നേതൃത്വം കൊടുത്ത ആളുകൾ, അന്നൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു, ജയരാജൻ സഖാവിന് അറിയാം. ആ കമ്മിറ്റിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ആള് നമ്മുടെ മാതൃഭൂമിയുടെ ഉടമയും പത്രലേഖകനും കേരളത്തിലെ പരിണിതപ്രജ്ഞനായ പിന്നീട് MP-യും എഴുത്തുകാരനുമൊക്കെയായ MP വീരേന്ദ്രകുമാറാണ്. MP വീരേന്ദ്രകുമാർ കൂടി അധ്യക്ഷനായിട്ടുള്ള ഒരു കമ്മിറ്റിയായിരുന്നു അന്ന് ജനതാ പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള ചർച്ചകളൊക്കെ നടത്തുന്നത്. അപ്പോ ജനതാ പാർട്ടിയുടെ ഗവൺമെന്റിന്റെ പിന്തുണ CPM പിൻവലിക്കുമ്പോൾ, CPM പിൻവലിക്കാനുള്ള ഒരു കാരണം ഒരുപക്ഷെ അത് വളരെ ചെറിയ കാര്യമായി. അന്നത്തെ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ രവീന്ദ്ര വർമ്മ കൊണ്ടുവന്ന ഒരു തൊഴിൽ നിയമം പിൻവലിക്കണം. അതായത് ജനതാ പാർട്ടിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി ഗവൺമെന്റ് തകരുന്ന ഘട്ടത്തിൽ വന്നപ്പോ ജനതാ പാർട്ടി CPM-ന്റെ പിന്തുണ, CPM-ന് അധികം MP-മാരൊന്നും ഇല്ലായിരുന്നു, കേരളത്തിൽ നിന്ന് ഉള്ള MP-മാര് അല്ലെങ്കിൽ ബംഗാളിൽ നിന്നുള്ള എത്രയെന്ന നമ്പർ ഞാൻ ഓർക്കുന്നില്ല, അവരുടെ പിന്തുണ അഭ്യർത്ഥിക്കുന്നു, അകാലിദളിന്റെ പിന്തുണ അഭ്യർത്ഥിക്കുന്നു. അപ്പോ കേരളത്തിലെ CPM അന്ന് പറഞ്ഞ ഒരു കാര്യം, ഈ രവീന്ദ്ര വർമ്മ തൊഴിൽ വകുപ്പ് മന്ത്രിയായി തൊഴിലാളി വിരുദ്ധമായ ഒരു നിയമമുണ്ട്, ആ നിയമം പിൻവലിക്കണം. അകാലിദൾ എന്ന് ആവശ്യപ്പെട്ടത് അമൃത്സർ സുവർണക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന അമൃത്സറിൽ ഞങ്ങൾക്കൊരു വിമാനത്താവളം,
അപ്പോ മൊറാർജി ദേശായിയെ കുറിച്ച് അറിയുന്ന ആളുകൾക്ക് അറിയാം, വളരെ മുൻചുണ്ടിക്കാരനും ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അതൊന്നും അംഗീകരിക്കുന്ന ആളല്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രധാനമന്ത്രി ആകുന്നില്ലെങ്കിലോ കുഴപ്പമില്ല. അങ്ങനെ CPM പിന്തുണ പിൻവലിച്ചു, അകാലിദൾ പിന്തുണ പിൻവലിച്ചു. അകാലിദൾ പിന്തുണ പിൻവലിച്ചതോടുകൂടി CPM പിന്തുണ പിൻവലിച്ചതോടുകൂടി ജനതാ പാർട്ടി കേരളത്തിൽ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. ആ പാർട്ടി കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം വേർപെടുത്തിക്കൊണ്ട് അവർ സ്വതന്ത്രമായിട്ട് നിൽക്കാനായിട്ട് തീരുമാനിച്ചു. കേരള ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി പോലും വന്ന് രൂപീകരിച്ചു എന്നുള്ളതാണ്. ആ ഘട്ടത്തിലാണ് ലീഡർ ശ്രീ K കരുണാകരൻ, ഞങ്ങളുമായിട്ട് നിങ്ങൾ ചേർന്ന് നിൽക്കുകയാണ് എങ്കിൽ തെരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാക്കാം. ആ സഖ്യത്തിന്റെ ഭാഗമായി കാസർഗോഡ് UDFന്റെ സ്ഥാനാർത്ഥിയായി ഈ വിഘടിച്ച ജനതാ പാർട്ടി, കേരള ജനതാ പാർട്ടി, അതിന്റെ ഭാഗമായി രാജഗോപാലും അതുപോലെ തന്നെ കോഴിക്കോട് അരങ്ങിൽ ശ്രീധരനെതിരെ മത്സരിക്കുന്നത് ഇമ്പീച്ചി ബാവായും, അതുപോലെ തന്നെ എന്താ പറഞ്ഞ കാസർഗോഡ് ഇദ്ദേഹത്തിനെതിരെ മത്സരിക്കുന്നത്, രാജഗോപാലിനെതിരെ മത്സരിക്കുന്നത് രാമണ്ണ റായിയുമാണ്. അങ്ങ് പറഞ്ഞ പെരിങ്ങളത്ത്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, സബ്ജക്ട് ടു കറക്ഷൻ ആണ്, ജയരാജൻ സഖാവ് കൂടുതൽ പറയും, പെരിങ്ങളത്ത് അങ്ങ് പറഞ്ഞു KG മാരാർ മത്സരിച്ചു. മാരാർക്കെതിരെ മത്സരിച്ചത് അങ്ങ് പറഞ്ഞത് എന്താ പറഞ്ഞ ശശീന്ദ്രനാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എടക്കാട് മണ്ഡലത്തിൽ K സുധാകരൻ അന്ന് ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ K സുധാകരനെതിരെയാണ് AK ശശീന്ദ്രൻ മത്സരിച്ചത് എന്നാണ് എന്റെ ഓർമ്മ, സബ്ജക്ട് ടു കറക്ഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങൾ അന്ന് നിങ്ങൾ ഈ പറയുന്ന ന്യായീകരണം അത് ശരിയാണ് എങ്കിൽ ഞങ്ങൾ ഒരു കാരണവശാലും രാജഗോപാൽ എന്ന RSS നേതാവായിട്ടോ അല്ല ഒരു തെരഞ്ഞെടുപ്പ് സഖ്യം. ആ തെരഞ്ഞെടുപ്പ് സഖ്യം കേരള ജനതാ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയാണ്. ആ പാർട്ടിയിൽ പാർലമെന്റിലേക്ക് രണ്ട് സ്ഥാനാർത്ഥികൾ, ഒന്ന് ശ്രീ അരങ്ങിൽ ശ്രീധരനും ഒന്ന് ശ്രീ O രാജഗോപാലുമാണ് മത്സരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പെരിങ്ങളത്തെ സംബന്ധിച്ച് എനിക്കൊരു തർക്കമുണ്ട്, എടക്കാടാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോ ഞങ്ങൾ വളരെ സുവ്യക്തമായി പറയുന്നു, ഞങ്ങൾ ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പ് സഖ്യം ഉണ്ടാക്കിയിട്ടില്ല. അത് ക്ലിയർ ആണ്. അതല്ല RSSുമായി തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കിയോ ഇല്ലയോ എന്നല്ല. 77-ൽ ജനതാ പാർട്ടിയുമായി CPIM സഹകരിച്ചു. ആ ജനതാ പാർട്ടിയുടെ തങ്ങളിലേക്ക് വരാം. ആ ജനതാ പാർട്ടിയുടെ ഒരു ഘടകത്തോട് പിന്നീട് സഹകരിച്ചപ്പോൾ, പിന്നീട് കോൺഗ്രസ് സഹകരിച്ചപ്പോൾ O രാജഗോപാൽ, RSS അംഗം തന്നെയായ O രാജഗോപാൽ ജനതാ പാർട്ടി സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് കോൺഗ്രസിന്റെ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ചു എന്നാണ് അവർ പറയുന്നത്. അതിലല്ല തർക്കം. അതിൻ്റെ RSS ബന്ധത്തെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. ജയചന്ദ്രനോടാണ് അദ്ദേഹം ആ കൂട്ടിച്ചേർക്കൽ നടത്തിയിട്ടുള്ളത്. ജയചന്ദ്രൻ, താങ്കൾ ജോയിൻ ചെയ്യും. അല്ല, അത് പിന്നെ കേരളത്തിൽ ഇങ്ങനെയൊന്നും അല്ല ചരിത്രം. ഇപ്പോൾ പറഞ്ഞില്ലേ, എടക്കാട് മത്സരിക്കുന്നത് സുധാകരനെതിരെ ശശീന്ദ്രനൊന്നുമല്ല. എടക്കാട് അല്ല, പെരിങ്ങളത്ത് KG മാരാരാണ് ശശീന്ദ്രനോട് തോറ്റത്. അതിൽ തർക്കിക്കാൻ നിൽക്കണ്ട. അതല്ല, ആ വ്യക്തിയല്ല. അത് നിർഭാഗ്യവശാൽ വേണുവക്കീൽ പറഞ്ഞത് വസ്തുത വിരുദ്ധവും ജയചന്ദ്രൻ പറഞ്ഞത് വസ്തുതാപരമായി ശരിയുമാണ്. അതിലല്ല തർക്കം. അതൊക്കെ നമുക്ക് ഓർമ്മ പിശകുകൾ ഉണ്ടാവും. അതിലൊന്നും ഒരു പ്രശ്നമില്ല. കാരണം പഴയ ചരിത്രമാണ്. നമ്മൾ ഉദ്ധരിക്കുമ്പോൾ ചിലർക്ക് തെറ്റിയെന്ന് പറയും. അതല്ല പ്രശ്നം ജനതാ പാർട്ടിയിലുണ്ടായിരുന്ന RSS അംഗങ്ങൾ KG മാരാരിനെയും O രാജഗോപാലിനെയും ഒന്നും ഒരു മുഖവിരവുണ്ടല്ലോ. അത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി മത്സരിച്ചു. ആ വാദം, അതായത് ജനതാ പാർട്ടിയോട് 77-ൽ സഹകരിച്ചപ്പോൾ നിങ്ങൾ ഉയർത്തുന്ന വാദം അതിലേറെ ഭീകരമായി. അവർ ഇരട്ട അംഗത്വ പ്രശ്നമൊക്കെ നേരിട്ടതിന് ശേഷവും അവർക്ക് പിന്തുണ കൊടുത്ത്, അവർക്ക് മതേതര പാർട്ടിയുടെ സമ്മതി കൊടുത്ത് നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കി എന്നുള്ളതാണ് പ്രശ്നം. ജയചന്ദ്രൻ തുടരൂ, താങ്കളുടെ സമയമാണ്. ഞാൻ ഇടപെട്ടത് പോയി. അല്ല, ഇതിനകത്ത് ഇടതുപക്ഷത്തിൻ്റെ നിലപാട് സുവ്യക്തമല്ലേ. 77-ലെ ജനതാ പാർട്ടിയുടെ ചരിത്രം, രൂപീകരണം, അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അതിനുവേണ്ടി സമയം കളയുന്നില്ല. പിന്നെ ഇവിടെ അതിനുശേഷം പിന്നീട് വരുന്നത് ഈ 79-ൽ മൊറാർജി ഗവൺമെൻറ് വീണതാണല്ലോ. വീണതിന് ശേഷം പിന്നീട് 80-ൽ ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് BJPയുടെ കൂടെയാണ് കോൺഗ്രസ്. BJP അന്നാണല്ലോ 80-ലാണല്ലോ ഉണ്ടാവുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ജനതാ പാർട്ടി എന്നുള്ള ലേബലിൽ നിന്നുകൊണ്ട് ഇപ്പോൾ മുൻ KPCC പ്രസിഡൻ്റാണല്ലോ K സുധാകരൻ. അദ്ദേഹം നേരത്തെ പറഞ്ഞത് എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, പോയി കാവൽ നിന്നൊരു ചരിത്രമൊക്കെ. അപ്പോൾ അതൊക്കെ വരുന്നത് ഈ ടേസ്റ്റിൽ നിന്നാണെന്നേ. അതൊരു പിന്നെ ഈ ചരിത്രത്തിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് അദ്ദേഹത്തിന് അത് വന്ന് ചേരുന്നത്.
അത് ഒരു ഘട്ടത്തിലല്ല NBC. കേരളത്തിൽ വിവിധ ഘട്ടങ്ങളിൽ പിന്നെ RSSുമായിട്ട് കൂട്ടുചേരുന്നത്, BJP ആയിട്ട് കൂട്ടുചേരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ BJP ആയതിന് ശേഷം 91 ഇതുപോലെ പാർലമെൻറ്റും നിയമസഭയും ഒരുമിച്ച് വരികയാണ്. പിന്നെ അന്നാണല്ലോ ഇദ്ദേഹത്തിൻ്റെ രത്നസിംഗിൻ്റെയും ഡോക്ടർ മാധവൻകുട്ടിയുടെയും പ്രശ്നം വരുന്ന കോലിബി സഖ്യമൊക്കെ വരുന്നത്. അത് എത്ര പച്ചയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ ബയോഗ്രഫിയിൽ അത് എഴുതുന്നത്. അത് ഇപ്പോഴും നിലനിൽക്കുകയല്ലേ, ഇതൊക്കെ ചരിത്രമായിട്ട് നിലനിൽക്കുകയല്ലേ. അതുപോലെ തന്നെയാണ് നീരജ ചൗധരിയുടെ പുസ്തകം മുഖ്യമന്ത്രി ഉദ്ധരിച്ചല്ലോ. എന്തൊക്കെയാണ് നടന്നത്, 80-ലെ ഗവൺമെൻറ് ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വരാനായിട്ട് എത്രത്തോളമാണ് ജനതാ പാർട്ടിയിലുണ്ടാകുന്ന ജനസംഘവും പിന്നീട് BJP ആയവരൊക്കെ ചേർന്ന് സഹായിച്ചതിൻ്റെ മുഴുവൻ വഴികളും പേജ് ഉൾപ്പെടെയാണല്ലോ മുഖ്യമന്ത്രി അതിൽ പറഞ്ഞത്. ഈ ചരിത്രമൊക്കെ എങ്ങനെയാണ് കോൺഗ്രസ് നിഷേധിക്കുന്നത്? നിഷേധിക്കാം, പക്ഷേ അതിന് ഉത്തരവാദിത്തോടെ ഇന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു തന്നെ നിഷേധിക്കൂ ശ്രീ സേനാപതി വേണു. അല്ലാതെ ബ്ലൈൻഡായിട്ട് ഞങ്ങൾ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ നിഷേധമാവില്ല. ചരിത്രത്തിനെ അങ്ങനെ നിഷേധിക്കരുത്, ചരിത്രത്തെ ചരിത്രമായിട്ട് തന്നെ മനസ്സിലാക്കണം എന്ന് ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞതിൻ്റെ അർത്ഥവും നിൽക്കുന്ന അവിടെ തന്നെയാണ്. നമുക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ കേവലമായ ഈ നുണകൾ ഇങ്ങനെ പറഞ്ഞ് വരുന്നത് മാത്രമല്ല NBC ഇവിടെ പ്രശ്നം. തുടക്കം മുതൽ നോക്കൂ, നിലമ്പൂരിലെ കാര്യത്തിൽ ഏത് കാര്യത്തിലും ഈ കോൺഗ്രസ്സിന് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വിഷയദാരിദ്ര്യം കൊണ്ട് കയറി ഓരോ വിഷയത്തിൽ പിടിക്കും, അവസാനം അതിൽ നിന്ന് പിൻവാങ്ങേണ്ടി വരും. ഇളിഭ്യതയോടെ പിൻവാങ്ങേണ്ടി വരുന്ന സ്ഥിതിയാണല്ലോ ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞതോടുകൂടി പ്രതിപക്ഷ നേതാവിന് ഉണ്ടാവുന്നത്. അപ്പോൾ എന്താണ് ഇപ്പോൾ ശ്രീ സേനാപതി വേണു പറഞ്ഞത്? എന്താ, എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഗവർണറുടെ കാര്യത്തിൽ പറഞ്ഞില്ല? എന്താ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ എന്താ, ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. അക്കാര്യത്തിൽ പിന്നെ കൃഷി വകുപ്പ് മന്ത്രി പറഞ്ഞത് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടാണ് എന്ന് തന്നെയാണോ? പിന്നെ അർത്ഥശങ്കയ്ക്കിടയുണ്ടോ? പിന്നെ എന്തെങ്കിലും സംശയം അവശേഷിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടാണ് ജൂൺ 5 കൃഷിമന്ത്രി രാജ്ഭവനെ അറിയിച്ചതെന്ന് പറഞ്ഞാൽ അവിടെ കഴിഞ്ഞില്ലേ നിലപാട്? കൃത്യമല്ലേ? അതിനേക്കാളും കൃത്യതയോടുകൂടി എന്താണ് പറയേണ്ടത്? എന്നിട്ട് മുഖ്യമന്ത്രി പിന്നെ നിലപാട് പറയുന്നില്ല എന്ന് പറയുന്നതിൽ എന്താണ് കഥ? എന്തെങ്കിലും അതിൻ്റെ അകത്തൊരു പ്രിയപ്പെട്ട സേനാപതി വേണു. ജയചന്ദ്രൻ വരാം. PJ ഞാൻ താങ്കളിലേക്ക് വരികയാണ്. ഇപ്പോൾ ഇതിന് ബലം കൊടുക്കാനായിട്ട് ഗവർണർക്കെതിരെ മുഖ്യമന്ത്രി സംസാരിക്കുന്നില്ല എന്ന കാര്യമാണ്. ഇന്ന് മുഖ്യമന്ത്രി വിശദമായി തന്നെ ഗവർണർക്കെതിരെ സംസാരിക്കുകയും ആ വാദത്തിൻ്റെ കാര്യം അവിടെ അവസാനിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞതും മുസ്ലിം ലീഗ് ഈ മുന്നണിയിലല്ലേ, അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആ വിഷയത്തിലാണത് പറഞ്ഞത്. ആ ഒരു ചോദ്യം ഇപ്പോഴും ഉയരുകയാണ്. മുസ്ലിം ലീഗുള്ള ഒരു മുന്നണിയാണ് ഇത്തരത്തിൽ BJPയുമായുള്ള ഒരു ദീർഘകാല ബന്ധത്തിൻ്റെ പേരിൽ പ്രതിക്കൂട്ടിൽ നിൽക്കപ്പെടുന്നത്. അതായത് ഈ ബഹറിൽ മുസല്ലയിട്ട് നിസ്കരിച്ചാലും RSSനെ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞ CHൻ്റെ രാഷ്ട്രീയ കക്ഷിയാണ്, CH മുഹമ്മദ് കോയയുടെ രാഷ്ട്രീയ കക്ഷിയാണ് ലീഗ്. അവർ ഇതിനെക്കുറിച്ച് ഇപ്പോൾ മൗനത്തിൽ ഇരിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കളാണ് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ലീഗിനെങ്ങനെ ഇത് ദഹിക്കും? ലീഗിനെങ്ങനെ ഇങ്ങനെ പെരുമാറുന്ന കോൺഗ്രസുമായി മുന്നോട്ട് പോകാൻ കഴിയും? ആ വിഷയം താങ്കളുടെ പ്രിയപ്പെട്ടൊരു വിഷയം കൂടിയാണ്. PJ താങ്കൾ പ്രതികരിക്കും. അതായത് നേരത്തെ ചന്ദ്രശേഖരൻ പറഞ്ഞതാണ് ഇപ്പോഴത്തെ പ്രസക്തമായിട്ടുള്ള വിഷയം. അതായത് CPIM RSSുമായിട്ട് ഏതെങ്കിലും ഘട്ടത്തിൽ സഹകരിച്ചിട്ടുണ്ടോ ഇല്ലയോ? ആ കാര്യത്തിന് വളരെ വ്യക്തമായിട്ട് മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ RSS എന്ന് പറയുന്ന പ്രസ്ഥാനവുമായിട്ട് ഒരു കാലത്തും സഹകരിക്കാത്ത പാർട്ടിയാണ് CPIM. അതേസമയം 1975-77 കാലത്ത് രാജ്യത്ത് കോൺഗ്രസ് നടപ്പാക്കിയിട്ടുള്ള അമിതാധികാര വാഴ്ച, എന്തൊക്കെ അതിക്രമങ്ങളാണ് നടന്നത് ഞാൻ വിശദമായി പറയേണ്ട ആവശ്യമില്ല. അതിനെതിരായിട്ട് യോജിച്ച ഒരു മൂവ്മെൻറ്റ് വന്നപ്പോൾ ആ മൂവ്മെൻറ്റിന് ഞങ്ങൾ പിന്തുണ കൊടുത്തു. അതേസമയം അതിനകത്ത് RSSകാരും അല്ലാത്തവരും തമ്മിൽ ഭിന്നത വന്നപ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള നിലപാട് RSS വിരുദ്ധ ശക്തികൾക്കൊപ്പം നിന്നു. പിൽക്കാലത്തും RSSനോട് ഞങ്ങൾ അതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞല്ലോ, കേരളത്തിൽ 200-ലധികം CPMൻ്റെ സഖാക്കളെ RSSകാർ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആരാണ് RSSന് എതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിരോധം നടത്തുന്നത് എന്ന് വളരെ വ്യക്തമാണല്ലോ. കമ്മ്യൂണിസ്റ്റുകാരെയാണ് ഏറ്റവും കൂടുതൽ ആപത്തായിട്ട് ഇപ്പോഴത്തെ RSSൻ്റെ തലവൻ തന്നെ വിലയിരുത്തിയിട്ടുള്ളത്. അപ്പോൾ RSSും CPM തമ്മിലുള്ള ബന്ധത്തിൻ്റെ കാര്യം വ്യക്തമാണ്. പക്ഷേ മുഖ്യമന്ത്രി ഇപ്പോൾ അവിടെ സേനാപതി വേണു പറയേണ്ട ഒരു കാര്യം, മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ, അതായത് അഖിലേന്ത്യാ തലത്തിൽ RSSൻ്റെ
സംഘചാലകായിരുന്ന ദേവർസുമായിട്ട് രാജീവ് ഗാന്ധി അടക്കം ഇന്ദിരാഗാന്ധി അടക്കം ആവശ്യമായിട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ചില തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. അത് സംബന്ധിച്ചുള്ള വ്യക്തമായിട്ടുള്ള തെളിവുകളും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. എന്താണ് അക്കാര്യത്തിൽ പറയാനുള്ളത്? ഇവിടെ മുസ്ലിം ന്യൂനപക്ഷത്തെ വ്യാപകമായി വേട്ടയാടുന്ന ഈ RSSുമായിട്ട് ഈ തരത്തിൽ കോൺഗ്രസ് ബന്ധപ്പെടുന്നു എന്ന് മാത്രമല്ല, RSSൻ്റെ മറുപതിപ്പായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയായിട്ട് UDF സഹകരിക്കുന്നു. UDFിൻ്റെ ഭാഗമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയെ മാറ്റുന്നു. ഇത് സംബന്ധിച്ച് നേരത്തെ ജമാഅത്തെ ഇസ്ലാമിയോട് എതിർ നിലപാട് സ്വീകരിച്ച മുസ്ലിം ലീഗ് അതൊക്കെ ഉപേക്ഷിച്ച് ഇപ്പോൾ മൗനവ്രതത്തിലാണ്, ഒന്നും പറയുന്നില്ലല്ലോ. ഇവിടെയാണ് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യം. ഇന്നത്തെ ദേശീയ രാഷ്ട്രീയത്തിൽ മതരാഷ്ട്രവാദികളായിട്ടുള്ള RSSനെ എതിർക്കുന്നതിന് എല്ലാ ജനാധിപത്യവാദികളും മതനിരപേക്ഷവാദികളും ഒന്നിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രശ്നം വരും. ഇതേ മതരാഷ്ട്രവാദികളിലെ ജമാഅത്തെ ഇസ്ലാമി, ആ ജമാഅത്തെ ഇസ്ലാമിയെ നമുക്ക് സഹകരിപ്പിക്കാമോ? അപ്പോഴാണ് CPMഉം ഇടതുപക്ഷവും ഈ മാറിയിട്ടുള്ള രാഷ്ട്രീയ കാലാവസ്ഥയിൽ മതരാഷ്ട്രവാദികളായിട്ടുള്ള ആരെയും സഹകരിപ്പിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെയും ശക്തമായിട്ട് എതിർക്കണം. രാജ്യത്തെ ഇന്നത്തെ സാഹചര്യത്തിൽ ഭൂരിപക്ഷ മതരാഷ്ട്രവാദികളാണ് ജനാധിപത്യ വ്യവസ്ഥക്ക് ഏറ്റവും വലിയ ആപത്ത്. അതേസമയം ന്യൂനപക്ഷങ്ങൾക്കിടയിലും ഇതുപോലെയുള്ള ആപത്ത് മുന്നോട്ട് വെക്കുന്ന, ആപത്ത് സൃഷ്ടിക്കുന്ന ഒരു ശക്തിയുണ്ട്, അതാണ് ജമാഅത്തെ ഇസ്ലാമി. അതിന് സർവ്വദേശീയമായിട്ടുള്ള ഒരു പിൻബലമുണ്ട്. മൗദൂദിയുടെ ആശയങ്ങൾ ബംഗ്ലാദേശിലുണ്ട്, പാകിസ്ഥാനിലുണ്ട്. അതുകൊണ്ട് ആ അപകടകരമായിട്ടുള്ള ആശയങ്ങൾ പിന്തുടരുന്ന ജമാഅത്തെ ഇസ്ലാമിയോടും കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം എന്ന് ഇടതുപക്ഷം ഒരു സമീപനം സ്വീകരിക്കുന്നു. അത് കണ്ടുകൊണ്ട് എന്നാൽ പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടിംഗ് പോരട്ടെ. പണ്ട് RSSൻ്റെ വോട്ടാണ് അവർ വാങ്ങിച്ചത്. നിങ്ങൾ നോക്കൂ, ഈ കേരളത്തിൽ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ വേണ്ടി RSSൻ്റെ വോട്ട് വാങ്ങാൻ വേണ്ടി കരുണാകരനുമായിട്ട് നേരിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് എന്നാണ് KG മാരാരുടെ ജീവചരിത്ര ഗ്രന്ഥത്തിൽ കൃത്യമായിട്ട് കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു വെച്ചത്. കരുണാകരനുമായിട്ട് നേരിട്ട് ചർച്ച നടത്തി. അത് തിരുവനന്തപുരത്ത് ചർച്ച നടത്തി, പിന്നെ കോഴിക്കോട് വെച്ച് ചർച്ച നടത്തി, പല തലങ്ങളിലും ചർച്ച നടത്തി. അതിൽ മുസ്ലിം ലീഗ് കൂടി പങ്കെടുത്തു എന്നാണ്. അങ്ങനെയാണല്ലോ കോലീബി സഖ്യമുണ്ടായത്. 1960 തെരഞ്ഞെടുപ്പിൽ സഖാവ് EMS പട്ടാമ്പിയിൽ മത്സരിക്കുകയാണ്. 57 EMS ഗവൺമെൻറ് പുറത്താക്കപ്പെട്ടതിന് ശേഷം 1960 പട്ടാമ്പിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുത്ത മാധവ മേനോൻ എന്ന് പറയുന്ന ജനസംഘത്തിൻ്റെ സ്ഥാനാർത്ഥി EMSനെ തോൽപ്പിക്കാൻ വേണ്ടി നോമിനേഷൻ കൊടുത്ത മാധവ മേനോൻ പിൻവലിച്ചിട്ട് രാഘവൻ നായർ എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുത്തു. തൊട്ടപ്പുറത്ത് വേറൊരു മണ്ഡലമുണ്ട്, പെരിന്തൽമണ്ണ. ആ പെരിന്തൽമണ്ണയിൽ ലീഗാണ് മത്സരിക്കുന്നത്. അപ്പോൾ ലീഗും കോൺഗ്രസും ചേർന്നുകൊണ്ട് 60 തെരഞ്ഞെടുപ്പിൽ RSSുമായിട്ട് പിന്നെ കച്ചവടം നടത്തിയിട്ടുണ്ട്, വോട്ട് കച്ചവടം നടത്തിയിട്ടുണ്ട്. അത് പിന്നീട് 91 ആവർത്തിച്ചിട്ടുണ്ട്, പല ഘട്ടങ്ങളിലും ആവർത്തിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് എന്താണ് കോൺഗ്രസിന് എന്നുള്ള നിലപാട്? അപ്പം ഞാൻ പറഞ്ഞു വന്നത്, CPMനും ഇടതുപക്ഷത്തിനും RSS എന്ന നവഫാസിസ്റ്റ് പ്രവണതകൾ പ്രത്യക്ഷപ്പെടുത്തുന്ന ശക്തിയോട് കൃത്യമായിട്ട് നിലപാടുണ്ട്. കോൺഗ്രസിന് കൃത്യമായിട്ട് നിലപാടുണ്ടോ എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമായിട്ടുള്ളത്. ബാക്കി CPMനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ചില സംശയത്തിൻ്റെ പുകപടം പരത്താൻ വേണ്ടിയുള്ള മാധ്യമങ്ങളുടെ ശ്രമങ്ങൾക്ക് ഇന്ന് ഗോവിന്ദൻ മാഷ് മറുപടി പറഞ്ഞു, വൈകുന്നേരം മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. അതോടുകൂടി ക്ലിയറായി എന്താണ് കോൺഗ്രസിന് ഇക്കാര്യത്തിലുള്ള നിലപാട് എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കേണ്ടത്. പി ജയരാജൻ വരാം. സേനാപതി വേണു, ഇന്ന് പ്രതിപക്ഷ നേതാവ് വാർത്താലേഖകരോട് സംസാരിച്ചപ്പോഴും ഈ ജമാഅത്തെ ഇസ്ലാമിയെ അദ്ദേഹം മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന കഴിഞ്ഞ ദിവസം പരാമർശിച്ച കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇന്ന് ആ പ്രസ്താവന ആവർത്തിക്കുകയാണ് ചെയ്തത്. അത് അവർ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്, അതേക്കുറിച്ച് കൂടുതൽ ചർച്ചയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അവർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് അവർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അത് ഉപേക്ഷിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു. ആ പ്രസ്താവനയിൽ ഇപ്പോഴും ഉറച്ച് നിൽക്കുകയാണ്. മാത്രവുമല്ല, മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ നിലമ്പൂർ വെച്ച് സംസാരിച്ചപ്പോൾ ഇക്കാര്യം വിശദമായി പറയുകയും മുസ്ലിം ലീഗിനോട് 2 ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തിരുന്നു. പഴയ പാണക്കാട് തങ്ങൾ നിരന്തരം ഒഴിവാക്കിയിരുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ഒരു പരിപാടിക്ക് വിളിച്ചപ്പോൾ അദ്ദേഹം പോയില്ല, പിന്നീട് ചാനൽ ഉദ്ഘാടനത്തിന് വിളിച്ചപ്പോൾ അദ്ദേഹം പോയില്ല. അത് എന്തുകൊണ്ട് ആ നിലപാട് ലീഗ് റദ്ദാക്കി എന്ന് ചോദിച്ചു. മാത്രവുമല്ല, ലീഗ് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുന്നതൊക്കെ അതിസാധാരണമായിട്ടുണ്ട്. പക്ഷേ ആ സംഘടനയ്ക്ക് അതിൻ്റെ മൗലികത,
അതിൻ്റെ മൗലിക കാര്യത്തിൽ ഒഴിവാക്കി കൊടുത്ത് മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന പരാമർശം നടത്തി രാഷ്ട്രീയമായി ന്യായീകരിക്കുകയും ചെയ്തത് ലീഗ് അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു മുഖ്യമന്ത്രിയുടെ ആ ചോദ്യം ഇപ്പോഴും അൺആൻസേർഡ് ആയി കിടക്കുകയാണ്. സേനാപതി വേണു, താങ്കൾക്ക്. ഡോക്ടറെ, രണ്ട് കാര്യങ്ങൾ ഡോക്ടർ ചോദിച്ചതും ബഹുമാന്യായ ജയരാജൻ സഖാവ് പറഞ്ഞതും ആയ രണ്ട് കാര്യം. ഒന്ന്, മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തോടു കൂടിയും അതുപോലെ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തോടു കൂടിയും എല്ലാ സംശയങ്ങളും തീർന്നു എന്നാണ് ഇവർ രണ്ടുപേരും പറയുന്നത്. സംശയങ്ങൾ തീർന്നിരിക്കാം, പക്ഷെ എനിക്ക് സംശയം ഇപ്പോഴും അവശേഷിക്കുക. മുഖ്യമന്ത്രി പറഞ്ഞത് ഞങ്ങൾ ജനസംഘവും അല്ലെ ജനതാ പാർട്ടിയുമായിട്ടാണ് വിശാലമായ സഖ്യം ചേർന്നിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷേ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ ഞങ്ങൾ ജനതാ പാർട്ടിയുമായി സഖ്യം ചേർന്നെന്നോ ജനസംഘവുമായിട്ട് സഖ്യം ചേർന്നെന്നോ അല്ല. അദ്ദേഹം വളരെ കൃത്യമായി 1977 ഞങ്ങൾ RSSുമായിട്ട് സഖ്യം ചേർന്നു എന്നുള്ളതാണ്. രാമൻപിള്ള മാതൃഭൂമി ദിനപത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് RSSന്റെ നേതാക്കളും CPMന്റെ നേതാക്കളും യശശരീരനായ അന്തരിച്ച P ഗോവിന്ദപിള്ളയുടെ പേര് പോലും അദ്ദേഹം എടുത്തു പറഞ്ഞുകൊണ്ടാണ് അന്നത്തെ ചർച്ചയിൽ പങ്കാളികളായ ആളുകളെ കുറിച്ച് പറയുന്നത്. ഇവിടെ ജനതാ പാർട്ടി രൂപീകരിച്ച് അതിൽ ജനസംഘക്കാർ വന്നിരിക്കാം, RSSകാർ വന്നിരിക്കാം. ജനതാ പാർട്ടിയുമായിട്ട് ഞങ്ങൾ സഹകരിച്ചെന്നോ ജനസംഘവുമായിട്ട് സഹകരിച്ചോ എന്ന അല്ല ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രസ്താവന. ഗോവിന്ദൻ മാസ്റ്ററുടെ TV അഭിമുഖത്തിൽ, മാധ്യമ പ്രവർത്തകന് കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം സുവ്യക്തമായി പറയും, ഇന്ന് നിഷേധിച്ചിരിക്കാം, സുവ്യക്തമായി പറയുന്നു ഞങ്ങൾ RSSുമായിട്ട് സഹകരിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇനി മുഖ്യമന്ത്രി തിരുത്തിയപ്പോൾ, പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി തിരുത്തിയപ്പോൾ തിരുത്തായി എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾക്ക് ആ കാര്യത്തിൽ തർക്കമില്ല. ഇനി രണ്ടാമത്തെ കാര്യം ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ്. ഞാൻ ജയരാജൻ സഖാവിനെ ഓർമ്മപ്പെടുത്തുന്നു. 1996 ഏപ്രിൽ മാസം 22 തിങ്കളാഴ്ചത്തെ ദേശാഭിമാനി ദിനപത്രത്തിന്റെ തലക്കെട്ട് 2 സുപ്രധാനമായ തീരുമാനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒന്ന് ബിഷപ്പ് കൗൺസിലിന്റെ തീരുമാനവും അടുത്തത് ജമാഅത്തയുടെ തീരുമാനവും. എന്തായിരുന്നു തീരുമാനം? ഇവർ രണ്ടു കൂട്ടരും ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ ചോദിക്കുന്നു, അന്നത്തെ ദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്റോറിയലിൽ നിങ്ങൾ മൗദീദിയൻ ആശയങ്ങളെ പിന്തുണയ്ക്കുന്നവരാണ്, നിങ്ങൾ മതരാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ്, നിങ്ങളുടെ പിന്തുണ വേണ്ട എന്നന്ന് ദേശാഭിമാനി ദിനപത്രത്തിൽ എഴുതിയിട്ടില്ലോ. ഇനി ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടി കഴിഞ്ഞ 2 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ, ദൂരോട്ടെങ്ങും പോകണ്ട, നിലമ്പൂരിൽ ആർക്ക് വേണ്ടിയാണ് വോട്ട് ചോദിച്ചത്, ആരെയാണ് സഹായിച്ചത് എന്ന് അങ്ങ് ഒന്ന് വെളിപ്പെടുത്താം, നമ്മുടെ ഈ ചർച്ചയിൽ വെളിപ്പെടുത്താം. അപ്പോ ജയരാജൻ സഖാവിനോടും ജയചന്ദ്രൻ മാസ്റ്ററോടും എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ജമാഅത്ത് ഇസ്ലാമി നിങ്ങളെ പിന്തുണയ്ക്കുമ്പോൾ അത് എന്താ പറഞ്ഞ, ഞങ്ങളെ പിന്തുണയ്ക്കുമ്പോൾ അത് വർഗീയവും നിങ്ങളെ പിന്തുണച്ചാൽ അത് സ്വർഗീയവും എന്നുള്ള ആ നിലപാട് അത് ഒട്ടും ശരിയല്ല. കാലാകാലങ്ങളിൽ കേരളത്തിൽ ജമാഅത്ത് ഇസ്ലാമിയും ജമാഅത്ത് ഇസ്ലാമിയും ഉൾപ്പെട്ട സംഘടനകളുമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് സഖ്യവും തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടലും അത് ദീർഘകാലം 96 മുതൽ ഇങ്ങോട്ട് ഏതാണ്ട് 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ ആ സഖ്യം തുടർന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആ സഖ്യം ഇനി ഒന്ന് മതരാഷ്ട്രവാദം ജമാഅത്ത് ഇസ്ലാമി, കേരളത്തിലും ഇന്ത്യയിലും ജമാഅത്ത് ഇസ്ലാമി ഏതെങ്കിലും ലേഖനത്തിലോ പ്രസ്താവനയിലോ ഞങ്ങൾ മതരാഷ്ട്രം കൊണ്ടുവരാൻ പോവുകയാണ് ഇന്ത്യയിലും കേരളത്തിലും ഒന്നും അവർ പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. അതാണ് ബഹുമാന്യായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവർ മൗദൂദിയൻ ആശയത്തെ പിന്തുണയ്ക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഇവരുടെ ആശയം എന്ന് പറയുന്നത് മതരാഷ്ട്രമാണ്. അത് നിശ്ചയമായും ഇന്ത്യയിലും കേരളത്തിലും എതിർക്കപ്പെടേണ്ടതാണ്. പക്ഷേ എന്റെ ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ജമാഅത്ത് ഇസ്ലാമി നിങ്ങളെ പിന്തുണയ്ക്കുമ്പോൾ അത് സ്വർഗീയം, ഞങ്ങളെ പിന്തുണച്ചാൽ അത് വർഗീയം. ആ നിലപാട് അത് നിലമ്പൂരിൽ ചർച്ച ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് ഞങ്ങൾ വളരെ സുവ്യക്തമായി പറയുന്നു, നിലമ്പൂരിലെ വോട്ടർ പട്ടികയിൽ വോട്ട് എൻറോൾ ചെയ്തിരിക്കുന്ന 2,32,304 വോട്ടർമാരിൽ ആര് ഞങ്ങൾക്ക് വോട്ട് ചെയ്താലും, അതിനി കുപ്പു ദേവരാജന്റെ മാവോയിസ്റ്റ് അനുയായികൾ അവിടെ ഉണ്ടെങ്കിൽ അവർ വോട്ട് ചെയ്താലും ഞങ്ങൾ ആ വോട്ട് സ്വീകരിക്കും. അത് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി ഞങ്ങളെ സഹായിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യും എന്ന് പറഞ്ഞവരുടെ എല്ലാവരുടെയും പിന്തുണ വോട്ടർ എന്ന നിലയിൽ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കും. പക്ഷേ ഞങ്ങൾ സുവ്യക്തമായ രാഷ്ട്രീയ നിലപാട്
രാജ്യത്തുടനീളം സൃഷ്ടിക്കുന്നു. ഒരു കാലഘട്ടത്തിലും ഇന്ത്യയിലെ ഒരു വർഗീയ ശക്തിയുമായി സന്ധി ചെയ്യാത്ത രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF, ആ UDF അതിന്റെ ആശയവുമായി ഞങ്ങൾ നിലമ്പൂരിൽ വോട്ടർമാരെ സമീപിച്ചിരിക്കുന്നു. ആ വോട്ടർമാർ ഞങ്ങളെ സഹായിക്കും. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ കുറിച്ച് എനിക്കോ UDF-നോ എന്റെ മുന്നണിക്കോ ഒരു വേവലാതിയുമില്ല. ഞങ്ങൾ കംഫർട്ടബിൾ മജോറിറ്റി. നമുക്ക് പിന്നെ ചർച്ച നാളെ ജയചന്ദ്രൻ, ഞാൻ താങ്കളിലേക്ക് വരാം. സേനാപതി വേണു ഇപ്പോൾ വിശദീകരിച്ചു, പിന്തുണ സ്വീകരിക്കും, പിന്തുണ മാവോയിസ്റ്റുകളുടേതായാലും പോലും അവരുടെ വോട്ട് കിട്ടിയാൽ സ്വീകരിക്കും എന്ന് പറഞ്ഞു. അത് വ്യക്തമായൊരു നിലപാടാണ്. പക്ഷേ അങ്ങനെ വിശദീകരിച്ചിരുന്നെങ്കിൽ അവരത് പറയുന്നുണ്ട്, രാഷ്ട്രീയമായി ഞങ്ങൾക്ക് പിന്തുണ തന്നതാണ്, സർക്കാരിനെതിരെ ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ അവരുടെ വെൽഫെയർ പാർട്ടി പിന്തുണ തന്നതാണ് എന്ന് പറഞ്ഞു. അവിടെ നിർത്തിയില്ല. അതിൻ്റെ കൂടെ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രീയം ഉപേക്ഷിച്ചിരിക്കുന്നു എന്നൊരു പരാമർശം കൂടി നടത്തി. അങ്ങനെ ആരും ചെയ്യാറില്ല. പിന്തുണ സ്വീകരിക്കാറുണ്ട്. ഈ ദേശാഭിമാനിയൊക്കെ മുഖപ്രസംഗം എഴുതിയപ്പോഴും പിന്തുണച്ചതിനെ സ്വീകരിക്കുന്നു എന്നാണ് പറഞ്ഞത്. നേരെ മറിച്ച് അവരുടെ മതരാഷ്ട്രവാദം ഇതോടുകൂടി റദ്ദായിരിക്കുന്നു എന്ന പരാമർശം കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ അഭൂതപൂർവമായി പ്രതിപക്ഷ നേതാവ് നടത്തിയതാണ് വിവാദമായത്. അതല്ല അദ്ദേഹം പരാമർശിക്കുന്നത്. എങ്കിലും താങ്കൾ ഇതിനെ ചിലപ്പോൾ മറ്റൊരു തരത്തിലായിരിക്കും കാണുന്നത്. ജയചന്ദ്രൻ്റെ മറുപടി. ഇത് രണ്ട് കാര്യങ്ങളുണ്ട് NBC. ഒന്ന്, ജമാഅത്തെ ഇസ്ലാമിയുടെ മാത്രമല്ല, അത് ഞാൻ പറയാം. അതിന് പിന്നാലെ വേറൊന്നും കൂടെ ഇവരിങ്ങനെ പുട്ടിന് വീര പോലെ ഇട്ട് തരാറുണ്ടല്ലോ, PDP, അതും പറഞ്ഞു പോകണമല്ലോ. ഇത് ഈ മുഖ്യമന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും LDF നേതാക്കളും ഒക്കെ പറയുന്ന അവിടെ ഇരിക്കട്ടെ, ഇവരുടെ എതിർപക്ഷമാണല്ലോ രാഷ്ട്രീയമായി. ഇത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വർഗീയ കുപ്പായമൊക്കെ ഊരിവെച്ച്, മതമൗലികവാദമൊക്കെ ഊരിവെച്ച്, മതരാഷ്ട്രവാദം, ദൈവരാജ്യം വേണമെന്നുള്ള ആ നിലപാടൊക്കെ ഊരിവെച്ചിട്ട് അവരെല്ലാം മിടുക്കന്മാരായി വിശുദ്ധന്മാരായിരിക്കുന്നുവെന്ന് VD സതീശൻ പറയുമ്പോൾ അവർക്ക് തർക്കം ഉണ്ടാകാതിരുന്നാൽ മതി. എതിർഭാഗത്ത് നിൽക്കുന്ന LDF-ന് തർക്കമുണ്ട്. ആ തർക്കം അവിടെ നിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കട്ടെ, അവർക്കകത്തുള്ള തർക്കം എന്താണ് പരിഹരിക്കാത്തത്? ഒറ്റ ഉദാഹരണം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതുമാത്രമാണ് പരസ്യമായി ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം പടപടാന്ന് പുറത്ത് വരുന്നത് നമുക്ക് കാണാൻ പോവല്ലേ. ഇപ്പം പുറത്ത് വന്നിട്ടുള്ള ആരുടെയാണ്? ലീഗ് നേതാവ് KM ഷാജിയുടെയാണ്. ഷാജി എന്താണ് പറഞ്ഞത്? പരസ്യമായിട്ടാണ് പറഞ്ഞത്, രഹസ്യമായിട്ടൊന്നുമല്ല. അല്ല, ഇവരുടെ ഈ പരിപാടിയൊക്കെ എല്ലാം മാറ്റി വെച്ചെങ്കിൽ പിന്നെന്തിനാ ഇവർ വേറെ പാർട്ടിയായിട്ട് നിൽക്കുന്നത്? ലീഗിലേക്ക് അങ്ങ് ചേർന്നാൽ പോരെ എന്നാണ് വളരെ പരിഹാസം ദ്യോതിപ്പിക്കുന്ന തരത്തിൽ KM ഷാജി ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്തത്. ലീഗ് നേതാവാണ്, പ്രമുഖ ലീഗ് നേതാവാണ്, അദ്ദേഹത്തിൻ്റെതായ വ്യക്തമായ സ്വാധീനങ്ങളുള്ള വ്യക്തിയുമാണെന്ന് എല്ലാവർക്കും അറിയുമല്ലോ. അപ്പോൾ ആ ലീഗ് നേതാവിനെ എന്തുകൊണ്ടാണ് ബോധ്യപ്പെടുത്താൻ മേജർ പാർട്ടിയായ ലീഗ് രണ്ടാമത്തെ പാർട്ടിയാണല്ലോ, അതിലും വലിയ പാർട്ടിയാണല്ലോ കോൺഗ്രസ്. അപ്പോൾ ലീഗ് നേതാവിനെ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ബോധ്യപ്പെടുത്താൻ കഴിയാത്തത്? സ്വന്തം മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയുടെ നേതാവിനെ ബോധ്യപ്പെടുത്താൻ കഴിയാത്ത കാര്യമാണോ ഇടതുപക്ഷത്തെ ബോധ്യപ്പെടുത്താനായി പ്രതിപക്ഷം ശ്രമിക്കുന്നത്? എത്രമേൽ നിരർത്ഥകമായിരിക്കും അത്തരം വാദങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ അത്തരം വാദങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ലാതെ പോകും. പിന്നെ 96 കാര്യമാണല്ലോ, ദേശാഭിമാനി മോപ്രസംഗമാണല്ലോ പറയുന്നത്. ഒരു വസ്തുതയുണ്ട്. 96 ശേഷം കേരളത്തിലെയും ഇന്ത്യയിലെയും ആഗോളതലത്തിലുമുള്ള രാഷ്ട്രീയ സാഹചര്യം, ആഗോള രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ എങ്ങനെയാണ് മാറി മറിഞ്ഞത് എന്നറിയാത്തവരാണ് ഈ ചർച്ചയിലിരിക്കുന്ന 4 പേരും. അല്ലല്ലോ. എത്രമേൽ കലുഷിതമായി തീർന്നു ലോക രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒരു നിലപാടെടുത്തപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ളവർ കൂടുതൽ വർഗീയവൽക്കരിക്കാനും ഈ മതരാഷ്ട്രവാദത്തിലേക്ക് കൂടുതൽ മുങ്ങാനുമാണ് നായകത്വം വഹിച്ചത്. എത്രത്തോളം ആകാനോ അത്രത്തോളം അതാണ് അവർ ചെയ്തത്. അത് നമ്മൾ കാണുകയാണല്ലോ. ഈ മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിലാണല്ലോ എല്ലാം പുതുതായി വിലയിരുത്തേണ്ടി വന്നത്. അപ്പോൾ പുതുതായി വിലയിരുത്തിയപ്പോൾ CPM അടക്കം രാഷ്ട്രീയ കക്ഷികൾ അതിനെ വിശദമായി തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ താങ്കൾ പറയുന്നു അങ്ങനെയല്ല, കോൺഗ്രസ് അത്രത്തിൽ യാതൊരു ബന്ധവും ഉണ്ടാക്കിയിട്ടില്ല. എത്രയോ ഉദാഹരണങ്ങൾ, ഞാൻ അതിലേക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ട് പോകുന്നില്ല. പിന്നെ മറ്റൊന്ന് PDPയുടെ കാര്യം. PDPയുടെ കാര്യം പറയുമ്പോൾ PDP ഉണ്ടായത് 93-ൽ. എന്താണ് NBC? അല്ല, ഹലോ, വിശദാംശങ്ങളിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞോ? പറഞ്ഞോ. അല്ല, PDP 93-ലാണ് ഉണ്ടാവുന്നത്. അതിനുശേഷം മദനി ആ കാലത്ത് ഒരു വൈബ്രൻറ്റ് ലീഡറായി ആ സമുദായത്തിൽ ഉയർന്നു വന്നതൊക്കെ നമ്മളെല്ലാം കാണുന്നതാണ്.
അതിനുശേഷമാണ് കോയമ്പത്തൂർ ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നത്. കോയമ്പത്തൂർ ബോംബ് സ്ഫോടനം ഉണ്ടായിരുന്നു, മദനി പ്രതിയാവുന്നു, വലിയ തോതിൽ അന്വേഷണം നടക്കുന്നു. 96-ൽ നായനാർ സർക്കാർ അധികാരത്തിൽ വരുന്നു. നായനാരാണല്ലോ മദനിയെ പിടിച്ചു കൊടുക്കുന്നത്, പിടികൂടുന്നത്, എന്നിട്ടാണല്ലോ കൈമാറുന്നത് അല്ലേ? 98-ൽ കൈമാറുകയാണ്. അതിനുശേഷം പിന്നീട് ഇടയ്ക്കുള്ള കഥയൊന്നും പറയുന്നത് 2001-ൽ അസംബ്ലി ഇലക്ഷൻ വന്നപ്പോൾ മദനി ജയിലിൽ കിടന്നുകൊണ്ട്, അപ്പോൾ ആരൊക്കെയാണ് കാണാൻ പോകുന്നതോടെ അതോടെ പറയാതെ പോകാൻ പറ്റില്ല. പിന്നെ MM ഹസൻ, ഉമ്മൻചാണ്ടി, ചെന്നിത്തല, നമ്മുടെ ബെന്നി ബെഹനാൻ, ഈ VD സതീശൻ, ഇദ്ദേഹമുണ്ട് കേട്ടോ, VD സതീശൻ തുടങ്ങിയവരെല്ലാം കോയമ്പത്തൂർ ജയിലിൽ പോയി കാണുകയാണ്. എന്തിനാണ്? തങ്ങൾക്ക് അനുകൂലമായി പിന്തുണ നൽകണം, ജയിച്ചു കഴിഞ്ഞാൽ മദനിക്ക് അനുകൂലമായ കാര്യങ്ങളെല്ലാം ചെയ്തു തരാം, ജാമ്യം കിട്ടാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യാം. ശരി, മദനി ജയിലിൽ കിടന്ന് ആഹ്വാനം നടത്തി, പിന്നെ കേരളീയരോട് UDF-നെ വിജയിപ്പിക്കണം. വലിയ വിശദമായ ആഹ്വാനമായിരുന്നു. അത് കേട്ടു. മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് മൊത്തത്തിൽ കിട്ടി. 100 സീറ്റ് വാങ്ങിയാണ് അധികാരത്തിൽ വരുന്നത്. ആര്? സാക്ഷാൽ AK ആൻ്റണി. ഓർക്കുന്നില്ലേ? അത് കഴിഞ്ഞു. ഇവരൊന്നും ചെയ്തില്ല, മദനിക്ക് വേണ്ടി യാതൊന്നും ചെയ്തില്ല. അത് മദനിയിലും ആ പാർട്ടിയിലും ഉണ്ടാക്കിയ മുറിവുകൾ ചില്ലറയായിരുന്നില്ല. അതിൻ്റെ റിയാക്ഷൻ എപ്പോഴാണ് ഉണ്ടായത്? അതിൻ്റെ റിയാക്ഷൻ കൃത്യമായി ഉണ്ടായി 2004-ൽ. അത് ഓർക്കുന്നില്ലേ? ലോക്സഭാ തെരഞ്ഞെടുപ്പ് LDF-ന് 18 സീറ്റാണ് കിട്ടിയത്. അക്കാര്യത്തിൽ മദനിയുടെ ആഹ്വാനവും ഉണ്ടായിരുന്നു എന്നുള്ളത് LDF ഒരിക്കലും നിഷേധിക്കേണ്ട കാര്യവുമില്ല. അത് ഈ UDF-ൻ്റെ ചതി, വഞ്ചന, ഇതൊക്കെ പരസ്യമായി ജയിൽ കടന്നുകൊണ്ട് തുറന്നു പറയുകയാണ് കത്തുകളിലൂടെ മദനി ചെയ്യുന്നത്. അവരുടെ പാർട്ടി അത് പ്രചരിപ്പിച്ചു. ഇടതുപക്ഷത്തിന് വലിയ മേൽക്കൈ ഉണ്ടായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അല്ലാതെ ഇതൊക്കെ കണ്ടതാണ്. എന്നിട്ടാണ് അപ്പോൾ ഈ PDP ആയിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ലേ? അത് ഉദാഹരണമായി സക്കീറിൻ്റെ ഭരണം 95-ലെ സക്കീറിൻ്റെ ഭരണത്തിൽ PDP അല്ല, അത് കുടുംബ പ്രശ്നമായിട്ടാണ് PDP-ക്കാരെ നുഴഞ്ഞു കയറിയതും സക്കീറിനെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നുള്ള വിവരം പിന്നീട് FIR തന്നെ പുറത്തു വരുന്നുണ്ട്. പിന്നെ PDP നിങ്ങൾ വെള്ളപൂശുകല്ലേ? അതെ, ഓക്കെ അല്ല, ഞാൻ പറഞ്ഞ അതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കേരളത്തിന് മുമ്പിൽ നിൽക്കുന്ന പിന്നെ പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ്. ആ യാഥാർത്ഥ്യങ്ങളെ നിഷേധിച്ചുകൊണ്ട് നിലമ്പൂരിൽ മറികടക്കാനാവില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം. പി ജയരാജൻ, ഇപ്പോൾ ഗോവിന്ദ മാഷ് പറഞ്ഞത് അതിപ്പോഴും വിശ്വാസയോഗ്യമല്ല എന്നൊരു നിലപാടിൽ തന്നെ വേണ്ടി നിൽക്കുന്നു. ഒപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ ന്യായീകരിച്ച ചോദ്യത്തിനോ അല്ലെങ്കിൽ പാണക്കാട് തങ്ങൾ ഒഴിവാക്കിയ അതിൻ്റെ മുഖ്യമന്ത്രിയുടെ ചോദ്യത്തിനോ അദ്ദേഹം മറുപടി പറയുന്നില്ല. അദ്ദേഹം എന്താണ് പരാമർശിക്കുന്നതെന്ന് താങ്കൾ കേട്ടിരുന്നു. മറുപടി ഇവിടെ കോൺഗ്രസിൻ്റെ നേതാവിന് ഇപ്പോഴും ബോധ്യമാവുന്നില്ല എന്നതിന് യാതൊരു അതിശയവുമില്ല. അവർക്ക് ബോധ്യമാവില്ല. കാരണം അവർ എന്താണോ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചത് അതൊക്കെ പൊളിഞ്ഞു പാളീസായി. അതാണ് യാഥാർത്ഥ്യം. ഇവിടെ കൗതുകരമായിട്ടുള്ള കാര്യം, കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ ലക്ഷ്യം ഉപേക്ഷിച്ചിരിക്കുന്നു. ഹുക്കുമത്തെ ഇലാഹി എന്നുള്ള അതിൻ്റെ ലക്ഷ്യം, മതരാഷ്ട്ര സ്ഥാപനം എന്നുള്ള ലക്ഷ്യം ഉപേക്ഷിച്ചിരിക്കുന്നു എന്നത് 4 വോട്ടിന് വേണ്ടിയിട്ടാണ് കോൺഗ്രസിൻ്റെ ഉത്തരവാദപ്പെട്ടൊരു നേതാവ് ഇങ്ങനെ പറയുന്നത്. അങ്ങേയറ്റം ലജ്ജാകരമായിട്ടൊരു കാര്യമാണ്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ലീഗിൻ്റെ ഒരു നേതാവ് തന്നെ പരസ്യമായി പ്രതികരിച്ചല്ലോ, ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ പഴയത് തന്നെ നിലനിൽക്കുന്നു. ഇവിടെ നേരത്തെ ചന്ദ്രശേഖരൻ ചോദിച്ചത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ തൊടുപുഴ ന്യൂമാൻസ് കോളേജിലെ അധ്യാപകൻ ജോസഫ് മാഷയുടെ കൈവെട്ടി സംഭവമുണ്ടായി. ആ കൈവെട്ട് സംഭവത്തെ തുറന്ന് അതിനെ അനുകൂലിക്കാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമി അടക്കം തയ്യാറായിട്ടുള്ള സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് കോട്ടക്കലിൽ ഒരു മതസംഘടനാ യോഗങ്ങൾ വിളിച്ചു. ഇവിടെ മുസ്ലിം മതസംഘടനകളൊക്കെ വിളിച്ചു. അതിനകത്ത് ജമാഅത്തെ ഇസ്ലാമിയെ ഒഴിവാക്കുന്നുണ്ട്. കാരണം ഈ മുസ്ലിം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നൊരു ശക്തിയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് മതസംഘടനകൾക്ക് അഭിപ്രായമുണ്ട്, ലീഗിന് അഭിപ്രായമുണ്ട്. അതുകൊണ്ടാണല്ലോ ആ യോഗത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ ഒഴിവാക്കി നിർത്തിയത്. അതിനെ തുടർന്ന് ലീഗും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ വലിയ തർക്കം നടക്കുകയുണ്ടായി. അത് ലീഗിൻ്റെ പത്രമായിട്ടുള്ള ചന്ദ്രികയിൽ മലപ്പുറം ജില്ലാ ലേഖനം എഴുതിയിട്ടുള്ള ലേഖനത്തിൻ്റെ തലക്കെട്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമി ഒരു ചെളിയും കലരാത്ത പരിശുദ്ധ നെയ്യ് എന്നാണ്. അതിനെ പ്രതികരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനോട് ഈ ലീഗിൻ്റെ ഈ നിലപാടിനോട് കോട്ടക്കൽ യോഗത്തിൽ ഇവരെ ബഹിഷ്കരിച്ച നിലപാടിനോട് പ്രതികരിച്ചുകൊണ്ട് മാധ്യമം പത്രത്തിൽ ഒരു ജമാഅത്തുകാരൻ എഴുതിയതിൻ്റെ
തലക്കെട്ട് ലീഗിൻ്റെ കോട്ടക്കല കഷായം, തീവ്രവാദത്തിനെതിരായിട്ടുള്ള കോട്ടക്കല കഷായം എന്നാണ്. എന്ന് പറഞ്ഞാൽ ശരിയായ ആശയ സമരം ഇവർ തമ്മിൽ നടന്നിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പോഴും അതിൻ്റെ ഉള്ളടക്കത്തിലോ ലക്ഷ്യത്തിലോ യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്ന് കൃത്യമായിട്ടുള്ള നിലപാട് ലീഗുകാർക്കറിയാം. പക്ഷേ 4 വോട്ടിന് വേണ്ടി ഈ രാജ്യത്തെ സമൂഹത്തെ ഒറ്റുകൊടുക്കുന്ന നിലപാടിലേക്കാണ് മുസ്ലിം ലീഗും കോൺഗ്രസും പോകുന്നത് എന്നതാണ് ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സതീശൻ ഇപ്പം പറയുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അവർ ലക്ഷ്യം തന്നെ ഉപേക്ഷിച്ചു. ഇല്ല, ജമാഅത്തെ ഇസ്ലാമിക്ക് മൗദൂദിയുടെ കൃത്യമായിട്ടുള്ള ആശയപരമായിട്ടുള്ള തലമുള്ളൊരു സംഘടനയാണ്. അത് മതരാഷ്ട്രവാദികളാണ്. നേരത്തെ പിന്നെ ജമാഅത്തെ ഇസ്ലാമി LDFനെ പിന്തുണച്ചു എന്നതുകൊണ്ട് ഈ അടുത്ത കാലത്ത് നമ്മുടെ രാജ്യത്ത് വന്നിട്ടുള്ള മാറ്റങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയോട് നമ്മൾ നിലപാട് സ്വീകരിക്കേണ്ടത്. ആ മാറ്റം എന്താണ്? 2014 മോദി അധികാരത്തിൽ വന്നു. രാജ്യത്ത് ഹിന്ദുത്വ രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടി നാനാ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നു. ഘട്ടം ഘട്ടമായിട്ട് ഓരോ വിഷയവും, രാമജന്മഭൂമി ബാബരി മസ്ജിദ് പ്രശ്നം, പിന്നീട് ഗ്യാൻ വ്യാപി പള്ളിയുടെ പ്രശ്നം, ഓരോ പള്ളിയുടെയും മേലെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് മതരാഷ്ട്രത്തിനു വേണ്ടി രാജ്യത്തിലെ ഭൂരിപക്ഷ മതവിഭാഗത്തിനിടയിൽ വർഗീയതയുടെ ഒരു അന്തരീക്ഷമുണ്ടാക്കി, ചേരിതിരിവുണ്ടാക്കി, ആ അശാന്തിയുടെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന RSS സംഘപരിവാരത്തെ എതിർത്ത് തോൽപ്പിക്കണമെങ്കിൽ മതനിരപേക്ഷവാദികളുടെ യോജിപ്പാണ് വേണ്ടത്. അതിനകത്ത് ഒരു മതരാഷ്ട്രവാദിയും ഉൾപ്പെടാൻ പാടില്ല. ന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള മതരാഷ്ട്രവാദികളെ കൂട്ടുപിടിക്കുന്നത് RSSന്റെ ലക്ഷ്യത്തെയാണ് വിജയിപ്പിക്കുക, RSSന്റെ പരിപാടികൾക്കാണ് സഹായകരമാവുക. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ ഇന്നത്തെ സാഹചര്യത്തിൽ ശക്തമായിട്ട് എതിർക്കണം. ന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള വർഗീയ ആശയങ്ങളെ ശക്തമായിട്ട് എതിർക്കണമെന്നുള്ളത് ഇന്നത്തെ കാലത്തിൻ്റെ ഏറ്റവും ശരിയായിട്ടുള്ള സമീപനമാണ്. അതാണ് CPM-ഉം ഇടതുപക്ഷവും ഉയർത്തിപ്പിടിക്കുന്നത്. ആ ഘട്ടത്തിൽ 4 വോട്ടിനു വേണ്ടി ഈ നിലപാടിനെയൊക്കെ വഞ്ചിക്കുന്ന സമീപനം കോൺഗ്രസ് സ്വീകരിക്കുന്നു എന്നത് മതനിരപേക്ഷവാദികൾ ഗൗരവമായിട്ട് എടുക്കേണ്ട വിഷയമാണ്. അത് നിലമ്പൂരിൽ പ്രകടമാവാൻ വേണ്ടി പോവുകയാണ്. അവിടുത്തെ ജനങ്ങൾ ഇതിനെതിരായിട്ട് വിധിയെഴുതും എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. പി ജയരാജൻ, ഇനി 2 മിനിറ്റ് മാത്രമാണ് അവശേഷിക്കുന്നത്. എല്ലാ അതിഥികളോടും പറയുകയാണ്, ഓരോ വാക്യം പറഞ്ഞുകൊണ്ട് നിലമ്പൂരിൽ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. വേണു, അല്ല, ഞാൻ പറഞ്ഞല്ലോ, വലിയ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഭൂരിപക്ഷമാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഗവൺമെന്റിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ നിലമ്പൂരിലെ ജനങ്ങൾ വിധിയെഴുതും. അത് ജയചന്ദ്രൻ, താങ്കളുടെ വിരാമവാക്യം വാക്യമാണ്, വാക്യങ്ങൾ അല്ല. അതെ, തീർച്ചയായിട്ടും LDFിൽ അഭിമാനകരമായ വിജയം LDFിന് ഉണ്ടാകുമെന്നാണ് ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ച ഒരാളെന്നുള്ളതിൽ എനിക്ക് ബോധ്യപ്പെട്ട കാര്യം. അതാണ് ഇവിടെയും ആവർത്തിക്കാൻ. പി ജയരാജൻ, നിലമ്പൂരിലെ ജനങ്ങളോട്. തീർച്ചയായിട്ടും സ്വരാജ് നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് നിലമ്പൂരിലെ ജനങ്ങളോട് എനിക്ക് വോട്ടർമാരോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിപ്പിടിക്കുന്നതാണ് നമ്മുടെ നാടിൻ്റെ ഭാവിക്ക് ആവശ്യമായിട്ട് രാഷ്ട്രീയം. അതിനനുസരിച്ച് വോട്ട് ചെയ്യണം, സ്വരാജിനെ വിജയിപ്പിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. അതിഥികൾക്ക് എല്ലാവർക്കും വളരെയധികം നന്ദി. വളരെ മാന്യമായൊരു ചർച്ച ജനങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെച്ചതിന് ന്യൂസ് ആൻഡ് വ്യൂസ് ഇവിടെ അവസാനിക്കുന്നു.